ഷീബയുടെയും ഉണ്ണിത്താൻ സാറിന്റെയും കൃതികൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിലാവൈന്യത എന്ന വളരെ കൃത്യമായ കവിതാ സമാഹാരം നിരൂപണാവലോകനം ചെയ്യുന്നത് ശ്രീ അജിത് കുമാർ KP ആണ്. അദ്ദേഹം എറണാകുളം പബ്ലിക് ലൈബ്രറിയുടെ സെക്രട്ടറിയായി സുദീർഘമായ സേവനം നടത്തുന്നു. അജിത് കുമാർ സാറും അതിമനോഹരമായ ഒരു പ്രാസംഗികൻ, ഒരു വാഗ്മി എന്ന നിലയിൽ തന്റെ സാന്നിധ്യം കൊണ്ട് എറണാകുളത്തെ ഒട്ടുമിക്ക സാഹിത്യ സദസ്സുകൾക്കും സുപരിചിതനാണ്. നിലാവ് കഴിഞ്ഞിടത്തെ നിലാപൂക്കളുമായി വാക്കുകൾ പൂത്ത് നിറയട്ടെ എന്ന ആശംസകളോടെ ശ്രീ അജിത് സാറിനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ പുസ്തക ചർച്ചയുടെ ഈ സമ്മേളനത്തിൽ സ്വാഗതകർത്താവായി കേരള സാഹിത്യ മണ്ഡലത്തിന്റെ പ്രഗത്ഭനായ സാഹിത്യകാരൻ ശ്രീ ബിജോയ് ജോസിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇതിന്റെ ആശംസ നടത്താൻ വേണ്ടി ശ്രീമതി സുജയ മേനോൻ, മാത്രമല്ല MS, അവരെ രണ്ടുപേരെയും കൂടി ഞാൻ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷേബ ഒരു കവിയാണ്. ഈയിടെ ഇറാനി ക്ലബിന്റെ ഓൾ കേരള കവിതാ മത്സരത്തിൽ 1ാം സമ്മാനം നേടിയ കവിയാണ്. സ്വന്തം സ്വപ്നങ്ങളും മുറിവുകളും എല്ലാം മുറ്റത്ത് ഉലാത്തിയിടുന്ന കവിതയിലെ തൂക്കിയിട്ട് ഉണക്കാനിടുന്ന വ്യക്തിയാണ്. കാർമേഘങ്ങളുടെ കറുത്ത മുഖങ്ങൾ കണ്ട് അതൊക്കെ വാരിയെടുത്ത് മുറിക്കുള്ളിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന ഒരു കവിയാണ് ഷേബ. ഷേബയെ ഞാൻ പ്രത്യേകം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സുജയ മേനോൻ നമ്മുടെ ഒരു സാഹിത്യകാരിയാണ്, പ്രസിദ്ധയായ സാഹിത്യകാരിയാണ്. സുജയെയും ഞാൻ പ്രത്യേകം ക്ഷണിച്ചുകൊള്ളു. നിലാവിന്റെ കെമിസ്ട്രി എന്ന കഥാസമാഹാരവും സാഹിത്യ മണ്ഡലത്തിന്റെ ജോയിന്റ് സെക്രട്ടറി, തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രത്തിന്റെ സാംസ്കാരിക സെക്രട്ടറി എന്നീ നിലകളിൽ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന കവി, കഥാകാരി ഒക്കെയായ ഹേമാട്ടി തൃക്കാക്കരയുടെ നിലാവ് ഒഴിഞ്ഞിടം അത് ഇതേ വേദിയിൽ തന്നെയാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. എന്നീ 2 പുസ്തകങ്ങളാണ് ഇന്നിവിടെ അവലോകനത്തിന് വിധേയമാക്കുന്നത്. ഉണ്ണിത്താൻ സാറിന് നമുക്കറിയാം, വലിയ ക്യാൻവാസിൽ കഥകൾ വിരിയിക്കുവാൻ താല്പര്യപ്പെടുന്ന ആളാണ്. കേമയാകട്ടെ ഒറ്റപ്പെടുന്നവരുടെ, ഒടിയിലെത്തുന്നവരുടെ, പരാജിതൻ്റെ, പ്രണയഭംഗം വന്നവൻ്റെയൊക്കെ പാട്ടുകൾ എഴുതുന്നയാളാണ്. നമ്മുടെ VM ഗിരിജ പറഞ്ഞത് വെച്ച് വിഷാദം പുരണ്ട ഏകാന്തതയെ പ്രസാദവും കാത്തിരിപ്പും നിറഞ്ഞ അത്ഭുതം കൊണ്ട് തിളക്കിയെടുക്കുന്നവയാണ് ഹേമയുടെ കവിതകൾ എന്നാണ് VM ഗിരിജ അഭിപ്രായപ്പെട്ടത്. ഈ പുസ്തകങ്ങളെപ്പറ്റി ഇവിടെ വിശദമായ അവലോകനം നടക്കുന്നതിന് അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ കേരള സാഹിത്യ മണ്ഡലത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ K. ഉണ്ണിത്താനാണ്. ഉണ്ണിത്താൻ സാറിനെ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ലീല, നളിനി, സാവിത്രി എന്നുള്ള കഥാപാത്രങ്ങളെ, ആശാന്റെ കഥാപാത്രങ്ങളെ, ദുഷ്കരമായ കഥാപാത്രങ്ങളെ നൃത്തരൂപത്തിൽ കലാമണ്ഡലം സുഗന്ധി അവതരിപ്പിച്ച് അത് ചങ്ങുപുഴ പാർക്കിൽ അവതരിപ്പിച്ചു. ഇന്ന് പല വേദികളിലും അത് പോയിക്കൊണ്ടിരിക്കുന്നു. സൂര്യ ഫെസ്റ്റിവൽ ഇപ്രാവശ്യം കയറാൻ സാധ്യതയുണ്ട്. ഇപ്രാവശ്യം കയറിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വെയിറ്റിംഗ് ലിസ്റ്റ് വരികയാണെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ
വരികയാണെങ്കിൽ അടുത്ത പ്രാവശ്യം അവർ തീർച്ചയായിട്ടും അവരുടെ വീഡിയോ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഉജ്ജ്വലമായ പരിപാടികൾ ചെയ്യുന്ന ഒരു സാഹിത്യ കൂട്ടായ്മയായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഇവിടുത്തെ എഴുത്തുകാരെല്ലാം വളരെ ഉന്നത നിലവാരം പുലർത്തുന്നവരാണ്. നിങ്ങളിപ്പോൾ നമ്മുടെ ഇപ്പോൾ രണ്ടുപേരിവിടെ സംസാരിക്കുന്നു വളരെ മെമ്പേഴ്സ്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതിന്റെ കൂടെ ഒരു ബോർഡിൽ അതിന്റെ അധ്യക്ഷനായിട്ടിരിക്കുക, അതിന്റെ പ്രസിഡന്റായിരിക്കുക എന്നുള്ളത് ഇത്തിരി ദുഷ്കരമാണ്. നമ്മുടെ പ്രായമൊക്കെ നോക്കുമ്പോൾ ഇവരോടൊപ്പം തന്നെ സാഹിത്യ പുതുകിയായി ഉയർന്നു വരിക എന്ന് പറയുന്നത് ഇത്തിരി ദുഷ്കരമാണ്. അപ്പോൾ അത്ര പുതിയ സാഹിത്യവുമായിട്ട് ഇടപഴകിക്കൊണ്ടു പോകുന്ന, എന്നാൽ പഴയ സാഹിത്യം നല്ലവണ്ണം ചർവിതമാക്കിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. നിങ്ങൾക്കറിയാം, ഇവിടെ എല്ലാ ആഴ്ചയിലും ദേശീയ ക്ലബ്ബ് ഈ പേര് വയ്ക്കാതെ കഥ ഇടാനായിട്ട്, കവിത ഇടാനായിട്ട് ഒരു വേദി, ആ വേദിയിലെ ചർച്ചയാണ്, മൊബൈൽ കൂടിയാണ് ചർച്ച. ഇന്ന് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പല എഴുത്തുകാരും എത്ര കാലങ്ങൾക്കപ്പുറം എഴുത്തു പോയി എന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ എഴുത്ത് വളരെ നല്ല മേഖലയിലേക്ക് കിടന്നിരിക്കുന്നു. അവർ തന്നെ അറിയുന്നില്ല. അവരുടെ എൻ്റെ കഥകൾ പ്രസിദ്ധീകരിക്കാറുണ്ട്, ഇഷ്ടംപോലെ വിമർശിക്കാറുണ്ട്. പക്ഷെ ആ വിമർശനം എനിക്ക് എഴുതുന്ന ഉത്തേജനമാണ്. ആ രീതിയിൽ പറയുകയാണെങ്കിൽ ഈ സാഹിത്യമണ്ഡലം വളരെ ഉജ്ജ്വലമായ ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂട്ടാളികളായിട്ട് നിൽക്കുന്ന നിങ്ങളെല്ലാവർക്കും എനിക്ക് വേണ്ടി നമസ്കാരമുണ്ട്. ഞാനിതിനകത്ത് വെറും ഒരു അധ്യക്ഷൻ പ്രസിഡന്റ് മാത്രമാണ്. പക്ഷേ ഇത് കൊണ്ടുപോകുന്ന ഈ കൂട്ടായ്മ, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, അതുപോലെ തന്നെ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, അവരുടെ മീറ്റിങ്ങുകളുടെ അവർ പറയുന്ന അഭിപ്രായങ്ങൾ, ഇങ്ങനെയുള്ള നല്ല പരിപാടികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 29-ാം തീയതി ചങ്ങമ്പുഴ പാർക്കിൽ അജിത് കുമാറാണ് സംസാരിക്കുന്നത്. നളചരിതം ഒരു വേറിട്ട കാഴ്ച എന്നുള്ളൊരു പരിപാടി, അതിൻ്റെ കാണാപ്പുറങ്ങൾ, നളചരിതം കഥകളുടെ കാണാപ്പുറങ്ങൾ, അതാണ് നമ്മുടെ പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ കോട്ടയ്ക്കൽ മധുവിൻ്റെ കഥകളിൽ പദങ്ങളുണ്ട്. ഇത് വയ്ക്കാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരമ്പര്യക്കാരുടെ ലേഖനത്തിൽ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ തിയേറ്റർ എന്ന് പറയുന്നത് ഗ്രീക്ക് തിയേറ്റർ, ഷേക്സ്പിയർ തിയേറ്ററിനെയൊക്കെ പുറകിലാക്കിക്കൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്നാൽ പ്രചോദനം എന്ന് പറഞ്ഞ ഈ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയെപ്പറ്റി അദ്ദേഹം 4 മണിക്കൂർ ചങ്ങമ്പുഴ പാർട്ടി സംസാരിച്ച ആളാണ്. അതിൽ വേദം വന്നു, ഉപനിഷത്ത് വന്നു, ഗീത വന്നു, ഖുർആൻ വന്നു, ഇങ്ങനെ 4 മണിക്കൂർ. ഇപ്പം അദ്ദേഹം സംസാരിക്കാൻ പോകുന്ന ചില പ്രശ്നങ്ങളുണ്ടായ കാരണം ഉജ്ജ്വലമായ പ്രഭാഷണമാണ് അദ്ദേഹത്തിന്. അതിൽ നിന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ചർച്ച വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഈ 29 നിങ്ങളെല്ലാം വരണം, കേൾക്കണം. അജിത്തിൻ്റെ പ്രഭാഷണം അറിയാമല്ലോ ഇത്രമാത്രം ഉജ്ജ്വലമാണെന്ന്. അപ്പോൾ എല്ലാവരും വരണം. ഈ പരിപാടി വിജയിപ്പിച്ച നിങ്ങളെല്ലാവർക്കും ഒരിക്കൽ നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വലിയ നമസ്കാരവും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാഹിത്യമണ്ഡലം ഞങ്ങൾ വളരെ ഗൗരവത്തോടെ കൊണ്ട് നടക്കുന്ന ഒരു കേരള സാഹിത്യ മണ്ഡലമാണ് ഇത് എന്നൊക്കെ പറഞ്ഞപ്പം എനിക്ക് അദ്ദേഹത്തിൻ്റെ ക്ഷണം ഒട്ടും നിരസിക്കാൻ പറ്റിയില്ല. വളരെ വലിയൊരു അഭിമാനത്തിൻ്റെ കാര്യമായിട്ടും എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വളരെ ദൂരത്ത് നിന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ 7:30 മണിക്ക് എനിക്ക് പുറപ്പെടേണ്ടി വന്നു ഇരിഞ്ഞാലക്കുടയിൽ നിന്നും. ഞാൻ വരാൻ അത്ര ഉത്സാഹത്തോടെ വരാൻ ഞാൻ മുൻപെട്ടത്. അത് യാതൊരു കവിതയോ അങ്ങനത്തെ ഒന്നുമില്ല. വളരെ ഗദ്യം ആയിട്ടുള്ള വളരെ ഡൗൺ ടു എർത്ത് എന്ന് പറയാവുന്ന ഒരു വാക്കാണ് കെമിസ്ട്രി. ഇത് രണ്ടും കൂടെ എങ്ങനെ യോജിച്ചു പോകുമെന്ന് നമുക്ക് ആദ്യം തോന്നും. അതെനിക്ക് തോന്നി. പിന്നീട് എനിക്ക് മനസ്സിലായി, കെമിസ്ട്രി എന്ന് പറയുമ്പോൾ അതൊരു രസതന്ത്രമാണെങ്കിലും രസതന്ത്രമാണ്. അതിൻ്റെ ഒരു തന്ത്രം ആവിഷ്കരിക്കലാണ്. ഒരു രസായനമാണ്. 2 രസങ്ങൾ അല്ലെങ്കിൽ അതിലധികം രസങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്നതിൻ്റെ ഒരു പ്രത്യേക തന്ത്രമാണ് രസതന്ത്രം. അപ്പോൾ ഈ നിലാവിൻ്റെ രസതന്ത്രം എന്ന് പറയുമ്പോൾ പ്രകൃതിയിൽ നോക്കിയാലും ജീവജാലങ്ങളിൽ നോക്കിയാലും നമുക്ക് കാണാം ഒരു പ്രത്യേക കെമിസ്ട്രി ഉണ്ടായിരുന്നു. പ്രതിരോധത്തിൻ്റെ കെമിസ്ട്രിയാണ് സാധാരണയായിട്ടും സസ്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇപ്പോൾ തെങ്ങാണെങ്കിലും തൻ്റെ ഫലങ്ങൾ
മറ്റുള്ളവരിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എത്രയോ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയി വെച്ചിരിക്കുന്നു നാളികേരം. അത്ര പെട്ടെന്നൊന്നും ആർക്കും അത് തട്ടിപ്പറിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല. അത്ര ഉയരങ്ങളിൽ അത് സംരക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഞാവൽപ്പഴത്തിന്റെ കാര്യം എടുത്തു, എത്ര നല്ലൊരു പഴമാണത്. അതുപോലെ എത്രയോ ഉയരങ്ങളിലാണ് നിൽക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ആർക്കും അതിനെ അങ്ങനെ അങ്ങോട്ട് അപഹരിച്ചു കൊണ്ടുപോകാൻ സാധിക്കാത്ത വിധത്തിലാണ് സസ്യങ്ങൾ പോലും ഒരു കെമിസ്ട്രി രൂപപ്പെടുത്തിയെടുക്കുന്നത്. പിന്നെ ഈ ക്രീപ്പേഴ്സ്, ഭൂമിയിൽ കൂടെ എഴഞ്ഞ് വളരുന്ന സസ്യങ്ങൾ, മത്ത അല്ലെങ്കിൽ കുമ്പളം, അതൊക്കെ അവരുടെ വലിയ വലിയ ഇലകളിൽ അവരുടെ ഫലങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ ചിലതൊക്കെ കയ്പുള്ളതാണ്. താഴെ വളരുന്ന പല പല ഫലങ്ങളും കയ്പത്തെ പോലെയൊക്കെ കയ്പുള്ളതാണ്. പിന്നെ എങ്ങനെ ഇത് മനുഷ്യനെങ്ങനെ ഉപയോഗിക്കുന്നു, മനുഷ്യന് പറ്റുന്ന വിധത്തിലുള്ള ഒരു കെമിസ്ട്രി രൂപപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എവിടെ നോക്കിയാലും ഒരു കെമിസ്ട്രി ഉണ്ട്. അപ്പൊ നിലാവിന്റെ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഇത് ഓർഗാനിക് ആയിട്ടുള്ള ഒരു കെമിസ്ട്രി അല്ല, ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കെമിസ്ട്രി അല്ല, പക്ഷേ മനുഷ്യന്റെ മനസ്സിന്റെ ഒരു കെമിസ്ട്രിയാണ് ഈ പുസ്തകത്തിൽ കാണുന്നത്. അതായത് ഞാൻ പറയുന്ന കാര്യം അത് അതേ അർത്ഥത്തിൽ, ഞാൻ വിചാരിക്കുന്ന അതേ അർത്ഥത്തിൽ എടുത്താൽ അത് ആ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രിയാണ്. ഇപ്പൊ നമുക്ക് കാണാം, ഈ കെമിസ്ട്രിയുടെ പോരായ്മയാണ് മിക്കവാറും നമ്മൾ ഈ സമൂഹത്തിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. താൻ ഒന്ന് വിചാരിച്ചൊന്ന് പറഞ്ഞു, കേൾക്കുന്ന ആളും അതേ അർത്ഥത്തിൽ തന്നെ അത് സ്വീകരിക്കണം. അപ്പോ ഈ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നിലാവിന്റെ കെമിസ്ട്രി ഈ പുസ്തകത്തിൽ പ്രത്യേകിച്ച് 3 കലകളെയാണ് ആസ്പദമാക്കിയിട്ട് ശ്രീ ഉണ്ണിത്താൻ സാർ രചിച്ചിരിക്കുന്നത്. സുശീലൻ എന്ന കവി, അദ്ദേഹം സൗദാമിനി ആയിട്ട് കൂടിച്ചേരുമ്പം അവരുമായി പ്രണയിച്ച് വിവാഹം ചെയ്ത് ദാമ്പത്യത്തിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ കെമിസ്ട്രി, അവരുമായിട്ടുള്ള കെമിസ്ട്രി തെറ്റിയത്. ഈ രണ്ടുപേരും തമ്മിലുള്ള കെമിസ്ട്രി തെറ്റും. അതിന് കാരണം എനിക്ക് തോന്നിയത് അദമ്യമായിട്ടുള്ളൊരു ദാഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ വരികയാണ്. അതായത് തൊണ്ട കീറിയാണ്, തൊണ്ട പൊട്ടുമാറ് അല്ലെങ്കിൽ ഹൃദയം ഭേദിക്കുമാറ്, അങ്ങനെയാണ് അദ്ദേഹം കവിതകൾ നിമിഷ നേരം കൊണ്ട് ചൊല്ലിയിരുന്നത്. അത്രമാത്രം ഒരു കവിതാ ഭ്രാന്തനായിരുന്നു അദ്ദേഹം. പിന്നീട് ആ കവിത അത്രയും പോരാ, പെർഫെക്ഷൻ അത്രയും പോരാ എന്നുള്ളൊരു തോന്നലില് ലഹരിക്ക് കൂടെ അദ്ദേഹം അടിമപ്പെടുകയാണ്. കാരണം അവനവനെ തന്നെത്താൻ അതിന് മുഴുവനായിട്ട് കവിതയ്ക്ക് വേണ്ടി അർപ്പിക്കാനായിട്ട്. അങ്ങനെ വരുമ്പോൾ ആ കെമിസ്ട്രി അവിടെ തെറ്റുന്നതാണ്. പക്ഷെ പിന്നീട് ഈ ഭോഗിയായിട്ടുള്ള മനുഷ്യൻ ഒരു യോഗിയുടെ പാത അത് തിരഞ്ഞെടുക്കുകയാണ്. പിന്നീട് കഥ മുഴുവൻ ഞാൻ പറയുന്നില്ല, അതിന് അശക്തയാണ്. പിന്നീട് സൗദാമിനിയും സുശീലനും മറ്റു പലരും കൂടെ കൂടിച്ചേർന്നിരിക്കുക, എന്നോട് കൂടിച്ചേർന്നിരിക്കുക എന്നാണ് പറയുന്നത് അദ്ദേഹം. അങ്ങനെ കൂടിച്ചേർന്നിരിക്കുമ്പം അകലങ്ങൾ ചെറുതാകുന്നു. അതാണ് ആദ്യത്തെ കഥ. ഈ നിലാവിന്റെ കെമിസ്ട്രിയിലെ പുസ്തകത്തിലെ ആദ്യത്തെ കഥ. ദൂരങ്ങൾ ചെറുതാകുന്നു, അതാണ് അതിന്റെ തത്വം. അപ്പൊ ഇവിടെ കൂടിച്ചേർന്നിരിക്കാൻ ഈ യോഗിയായിട്ടുള്ള ഭോഗിയായിരുന്ന ആള് യോഗിയായിരുന്നപ്പോ ഇവരോട് പറഞ്ഞ് അങ്ങനെ ഒരു നിലാവ് അവരുടെ മനസ്സിൽ രൂപപ്പെടുകയാണ്. അങ്ങനെ ഒരു നിലാവിന്റെ സൗഹൃദം അല്ലെങ്കിൽ ഒരു നിലാവിന്റെ സ്നേഹം അവരനുഭവിക്കുകയാണ് ആദ്യത്തെ കഥയിൽ. രണ്ടാമത്തെ കഥ വരുമ്പം അതൊരു ദ്വരൈസ്വാമി, സംഗീതജ്ഞനായിട്ടുള്ള ആള് സൗദാമിനിയെ വേളി കഴിക്കുന്നതാണ്. അതിൽ അവരൊരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ, രണ്ടുപേരും ഒരുപാട് ബാലാഭിഷതകളും പിന്നെ കുടുംബത്തിൽ നിന്നുള്ള ഒരുപാട് പീഡനങ്ങളും ഒക്കെ സഹിച്ച് അവസാനം ദുരൈസ്വാമിയെ കൊണ്ട്, ദുരൈസ്വാമിയുടെ അച്ഛൻ, ദുരൈസ്വാമി ഒരു IAS കാരനാകണം, കാരണം അദ്ദേഹം ഒരു IAS കാരനായിരുന്നു. അപ്പൊ മകനും ഒരു IAS കാരനാകണം. പക്ഷെ മകന് സംഗീതത്തിനോടുള്ള അഭിവാജ്ഞ വളരെ അധികമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് സംഗീതം പഠിക്കണമെന്നും അമ്മ പഠിപ്പിച്ചു കൊടുത്തിരുന്ന സംഗീതം അദ്ദേഹം അഭ്യസിക്കുകയും ദുരൈസ്വാമിയുടെ അച്ഛന് ശിവലിംഗം അദ്ദേഹം വളരെ കോപാകുലനായി ദുരൈസ്വാമിയെ കൊണ്ട് ശബ്ദം എടുപ്പിക്കും. പൂജാമുറിയിൽ ചെന്നിട്ട് ശബ്ദം എടുപ്പിക്കും, ഇനി ഞാൻ പാടുകയില്ല എന്ന്. അങ്ങനെ ആ പാട്ട് അവിടെ ഹനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് സുഭദ്ര എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ അദ്ദേഹം കണ്ടുമുട്ടുകയും
അവർ തമ്മിൽ വേളീകരിക്കുകയും അവിടെ അഭൗമമായിട്ടുള്ളൊരു നിലാവാണ് വരുന്നത് അവരുടെ ജീവിതത്തിൽ. കാരണം ഇവർക്കും ഈ സുഭദ്ര എന്ന ബ്രഹ്മസ്ത്രീകൾക്കും സ്ത്രീക്കും കുറച്ച് അംഗവൈകല്യം ഉണ്ടായിരുന്നു. സ്വാമി കുറെ പ്രായമായതിനു ശേഷം സുഭദ്രയെ വെറുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അഭൗമമായിട്ടൊരു നിലാവിന്റെ കെമിസ്ട്രി അവിടെയും രൂപപ്പെടുന്നു. അവസാനമായിട്ടുള്ള ഒരു കഥയാണ് മാത്തച്ഛൻ എന്ന ശില്പി. മരങ്ങളിലെ വൃക്ഷങ്ങളിൽ അല്ലെങ്കിൽ മരങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന രൂപങ്ങളെ തട്ടിയുണർത്തുക. അങ്ങനെ ശവപ്പെട്ടിയാണ് അദ്ദേഹം ആദ്യം നിർമ്മിച്ചുകൊണ്ടിരുന്നത്. അവസാനം ഒരു പള്ളിയിലെ അച്ഛൻ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, നിനക്ക് രൂപങ്ങൾ കൊത്തിക്കൂടെ മാത്തച്ഛായെന്ന്. അങ്ങനെ ആ രൂപങ്ങൾ കൊത്താൻ മാത്തച്ഛൻ തുടങ്ങുകയും അവസാനം മാത്തച്ഛന് നോട് പള്ളിയിലെ അച്ഛൻ പറഞ്ഞു, നീ ഒരു പ്രത്യേക രൂപം കൊത്തണമെന്ന്. ഏതാണ് ആ രൂപം എന്ന് വെച്ചാൽ പുരുഷന്മേൽ കിടക്കുന്ന യേശുവിൻ്റെ രൂപം. അപ്പോൾ ഒരു വശത്ത് രണ്ട് വശത്തും കള്ളന്മാരാണ്. ഒരു വശത്ത് കെട്ടവനായ കള്ളനും മറുവശത്ത് നല്ലവനായ കള്ളനുമാണ്. അപ്പൊ ആദ്യം അച്ഛൻ പറയുന്നതനുസരിച്ച് കെട്ടവനായ കള്ളനെ കൊത്തും. കെട്ടവനായ കള്ളനെ കൊത്തിയാൽ അത് വേറെ മറ്റൊരു ചെറിയൊരു കെമിസ്ട്രിയാണ്. കെട്ടവനായ കള്ളനെ കൊത്തി എന്തെങ്കിലും അപൂർണതയോ തെറ്റുകളോ ഉണ്ടെങ്കിൽ അത് തിരുത്താം നല്ലവനായ കള്ളനെ കൊത്തുമ്പോൾ. അപ്പൊ നല്ലവനായ കള്ളനെ അദ്ദേഹം കൊത്തിയതിന് ശേഷം അച്ഛൻ പറഞ്ഞു, യേശുവിന്റെ രൂപം ഒരു വശം മുഖം, ഒരു വശം കരുണം നിറഞ്ഞതായിരിക്കണം, മറ്റൊരു വശം ശാന്തവുമായിരിക്കണമെന്ന്. പക്ഷേ എന്തെല്ലാം രൂപങ്ങൾ മനസ്സിൽ കൂടി പാഞ്ഞിട്ടും ഇങ്ങനൊരു രൂപം കരുണവും ശാന്തവും ചേർന്ന ഒരു മുഖം മാത്തച്ഛന് കിട്ടിയില്ല. അവസാനം മാത്തച്ഛൻ അതും കിട്ടും. അതും മാത്തച്ഛൻ വരെ ഒരു വെളിപാടാണ് അച്ഛൻ. അദ്ദേഹം ഓർത്ത് കണക്ക് കൂട്ടി കിട്ടിയതല്ല, പക്ഷെ ഒരു വെളിപാടാണ് അച്ഛ എന്ന് പറഞ്ഞ് അദ്ദേഹം അതും കൊത്തി ആ തൻ്റെ സ്വന്തം സൃഷ്ടിയുടെ കാൽക്കൽ മാത്തച്ഛൻ വീണ് കിടക്കുകയാണ്. അപ്പൊ ഇതിലെല്ലാം വീണ് മരിക്കും അദ്ദേഹം. കാരണം അദ്ദേഹം പൂർണ്ണമായിട്ട് ഈ സൃഷ്ടിയുടെ ലോകത്തേക്ക് ചെല്ലും. പിന്നീട് അവിടെ ആ നിലാവിൻ്റെ പൂർണ്ണമായ നിലാവിൻ്റെ കാലത്ത് അദ്ദേഹവും സൃഷ്ടിയുടെ കാൽക്കൽ വീണ് മരിക്കുകയാണ്. അപ്പൊ ഇതിലെല്ലാം കാണുന്ന ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ ഇതിലെല്ലാം അന്തർലീനമായിട്ടിരിക്കുന്നത് മനുഷ്യനിലുള്ള ഒരു ഡിവൈൻ ഡിസ്കണ്ടന്റ് എന്ന് പറയും. ഒരു ഡിവൈൻ ഡിസ്കണ്ടന്റ്, അതായത് ഒരു ആത്മദാഹം, പൂർണ്ണതയിലേക്ക് എത്തുവാനുള്ള ഒരു ആത്മദാഹമാണ് കാണുന്നത്. അപ്പൊ അതാണ് നിലാവിന്റെ കെമിസ്ട്രിയിലെ ഈ 3 കഥകളിലും കാര്യമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. അത് നമ്മൾ അഴിച്ചുവിട്ടാൽ കടിഞ്ഞാണില്ലാതെ എവിടെ വേണമെങ്കിലും നമ്മളെ സ്വർഗത്തിലേക്കാണെങ്കിൽ സ്വർഗത്തിലേക്ക്, നരകത്തിലേക്കാണെങ്കിൽ നരകത്തിലേക്ക്. അപ്പൊ ആ കെമിസ്ട്രി നമ്മൾ ആൾക്കാർ തമ്മിൽ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ ആ കെമിസ്ട്രി നമ്മൾ ശരിയാക്കിയെടുത്താൽ നമ്മുടെ ജീവിതം സുഖപൂർണ്ണമാകും എന്നതാണ്. പിന്നെ ഹേമയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോഴും ഒരു ആധുനികത എന്ന് ഞാൻ ചെയ്യുന്നത്, ആധുനികമായ കാര്യങ്ങളിൽ നമ്മൾ ആലോചിക്കുമ്പോൾ മിക്കവാറും പ്രിസിഷൻ, കറക്റ്റ്നെസ്, ഇതാണ് നമ്മുടെ മനസ്സിൽ വരിക. പക്ഷെ ആധുനികത കലയിൽ വരുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ മാറി. അത് കുറെ കൂടെ ഡെമോക്രാറ്റൈസ് ചെയ്ത് കുറെ കൂടെ വിപുലീകരിച്ച് അതൊരു പ്രിസിഷൻ ഇല്ലാതെ ഇരിക്കുകയാണ്. അതായത് നമ്മൾ മനസ്സിനെ മോഡേൺ മെഡിറ്റേഷൻ അങ്ങനെയാണ് പറയുന്നത്. അത് സാധാരണ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നമ്മൾ ചിന്തകളെ നമ്മൾ അനാവശ്യമായ ചിന്തകളെ നമ്മൾ ഉന്മൂലനം ചെയ്ത് ഒരു പ്രത്യേക ബിന്ദുവിലേക്ക് നമ്മൾ മനസ്സിനെ കൊണ്ടുവരണം എന്നാണ് മെഡിറ്റേഷൻ ആദ്യമായി പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ ഇപ്പൊ മോഡേൺ മെഡിറ്റേഷൻ പറയുന്നത് allow your mind to go as it likes. നിങ്ങളങ്ങനെ കടിഞ്ഞാണില്ലാതെ മനസ്സിനെ അങ്ങനെ വിടും, നിങ്ങൾ വിട്ടുകൊടുക്കൂ മനസ്സിനെ. അപ്പൊ പല പല ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അതെല്ലാം നിങ്ങൾ സ്വീകരിക്കുക, ആ ചിന്തകളെല്ലാം സ്വീകരിക്കുക. അവസാനം ആ ചിന്തകളിൽ കൂടെ നിങ്ങൾ മുന്നോട്ട് നീങ്ങി നിങ്ങളൊരു ബിന്ദുവിലേക്ക്, അവിടെ നിങ്ങളുടെ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇപ്പൊ ഹേമയുടെ ആദ്യത്തെ കവിത തന്നെ അവിടെ ചോദിക്കുന്നത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമാണ്. ഈ ചോദ്യം തന്നെയാണ് എല്ലാവരും എല്ലാതരം മോഡേൺ ഇൻവെൻഷൻസ് ഉണ്ടായിരിക്കുന്ന കലയിൽ മാത്രമല്ല ശാസ്ത്രത്തിലാണെങ്കിലും എന്തുകൊണ്ട് ആപ്പിൾ താഴെ വീണു എന്ന് ന്യൂട്ടൺ ചിന്തിച്ചപ്പോഴാണ് ഗ്രാവിറ്റിയെ പറ്റിയ തത്വങ്ങളെ പറ്റി പഠിക്കാൻ കഴിഞ്ഞത്. അപ്പൊ എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ പല പല ഉത്തരങ്ങളും പല പല കോണുകളിൽ നിന്നും പല വീക്ഷണങ്ങളിൽ നിന്നും നമുക്ക് കിട്ടിയെന്ന് വരാം. പക്ഷേ ശരിയായ ഉത്തരം ഓരോ വ്യക്തിയെയും ആശ്രയിച്ചിരിക്കുന്നു. ഹേമയുടെ വാക്കുകൾ കടലെടുക്കുകയാണെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്നു, നാം കണ്ട കടലല്ല ഒന്നായ കടലല്ല, ഒന്നായി കാണുന്ന കടൽ നാം കണ്ട കടലല്ല അല്ല എന്ന്. അതായത് ജീവിക്കാനുള്ള ശുദ്ധമായിട്ട്
നമ്മൾ കടലിലേക്ക് ഇറങ്ങുമ്പോൾ, ഭൂമിയിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നാം വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളൊന്നും അതൊരു വേറൊരു വീക്ഷണമാണ്, ഗുണമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആധുനികതയിൽ മുങ്ങി നിൽക്കുന്ന ഈ ഹേമയുടെ കവിതയെ അതോടൊപ്പം തന്നെ സ്വപ്നങ്ങളും നെയ്യുന്ന ഒരു മൈപ്പീലി പോലെയുള്ള എന്താണ് സാഹിത്യം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? സാഹിത്യം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ മനസ്സിനെ സംസ്കരിക്കുക എന്നതാണ്. അത് ഏത് കല ചെയ്യുന്നുവോ അത് സാഹിത്യമായിട്ട് നമുക്കതിനെ പരിഗണിക്കാം. അവസാനമായിട്ടുള്ള അല്ലെങ്കിൽ സാഹിത്യത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് നാം മനസ്സിലാക്കുന്നത്. കുഞ്ഞുണ്ണി മാഷ് ഒരിക്കൽ പറയുണ്ടായി, കത്തുകളെ കുറിച്ച് അദ്ദേഹം ധാരാളം കത്തുകൾ എഴുതുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹം തപാലാഫീസുമായിട്ട് എപ്പോഴെപ്പോഴും വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. അപ്പം അദ്ദേഹം പറയാണ്, നമുക്ക് കത്തുകൾ എഴുതാം, പക്ഷെ കത്തുകൾ ഒരിക്കലും കുത്തുകളാകരുത്. അതുപോലെ സാഹിത്യം ഒരിക്കലും കുത്തുകളാകാതെ നമ്മുടെ മനസ്സിനെ അത് പരിപോഷിപ്പിച്ച് നമുക്ക് സമൂഹത്തിൽ എങ്ങനെ നന്നായി ജീവിക്കാം, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ സഹിഷ്ണുത, ഇന്ന് അത്യാവശ്യമുള്ളൊരു കാര്യമാണത്, എങ്ങനെ സഹിഷ്ണുതയോടെ ജീവിക്കാം എന്നൊക്കെ സാഹിത്യം നമ്മെ പഠിപ്പിക്കും. അപ്പോൾ വായിക്കുകയും മറ്റുള്ളവരുടെ ചിന്തകളുമായിട്ട് ഇടകലർന്ന് നമ്മളുടെ മനസ്സിനെ പരിപുഷ്ടിപ്പെടുത്തുക, ആ ലക്ഷ്യത്തിലേക്ക് ഇന്നത്തെ വായന ലോകം എത്തിച്ചേരട്ടെ. ഇന്നത്തെ ജനങ്ങളെല്ലാവരും അത് ആലിംഗനം ചെയ്യട്ടെ. അവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ബന്ധപ്പെട്ടാണ് അവരുടെ കണ്ടുവരുന്ന ഈ പുസ്തകങ്ങൾ ഒരു സാഹിത്യ രചനയിലൊരു സൃഷ്ടി. കുഞ്ഞുങ്ങൾ ജനിക്കുന്ന പോലെ അവരിൽ നിന്ന് പുതിയ സാഹിത്യ സൃഷ്ടികൾ ജന്മമെടുത്തിരിക്കുകയാണ്. ആ ജന്മം ലോകാവസാനം വരെയും ജീവനോടുകൂടി നിലനിൽക്കണമെങ്കിൽ അതിനെ വിലയിരുത്തുകയും അത് വായനക്കാരാണ് ആ സൃഷ്ടിക്ക് ആത്മാവിനെ നിവേശിപ്പിച്ചു കൊടുക്കുക. കുഞ്ഞുങ്ങൾ നിർജീവമാകുന്ന പോലെ സാഹിത്യ സൃഷ്ടികളും നിർജീവമായിത്തീരും. അപ്പോൾ ഇവരുടെ ഈ സൃഷ്ടികൾ മലയാള സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ഒരു ഓർമ്മയായിട്ട് എന്നേക്കും നിലനിൽക്കുന്നതിന് ഉള്ള അസാധ്യതകളെ പറ്റി വിലയിരുത്തുന്നതിനും ഈ പറഞ്ഞതുപോലെ ഇലകേറി പരിശോധിച്ച് ആ എഴുതുന്ന ആളുകളുടെ ചിന്തകൾക്കും അതീതമായിട്ടുള്ള ചില നിധികൾ അല്ലെങ്കിൽ ചില സവിശേഷമായിട്ടുള്ള ചിന്ത ശകലങ്ങൾ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ടാകും. ഗ്രന്ഥകർത്താവ് സൃഷ്ടികർത്താവിന് പോലും അതിനെപ്പറ്റി ചിലപ്പോൾ അവബോധം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ ആ സൃഷ്ടികൾക്ക്, ആ രചനകൾക്ക് ഇന്ന് വിലയിരുത്തപ്പെടുകയാണ്. അതിൽ പൂർണ്ണമായിട്ട് കൂടി ഇന്ന് പങ്കെടുക്കുവാൻ പറ്റാതെ വരുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. അവരിൽ നിന്ന് ഇനിയും കൂടുതൽ രചനകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ഇന്ന് അത് വിലയിരുത്തുന്നതിനും അതിന് ആസ്വാദകരമായിട്ടും ഒക്കെ ഇവിടെ എത്തിയിട്ടുള്ള ഓണം പാർക്കിലേക്ക് എത്തിയിട്ടുള്ള എല്ലാവർക്കും, അതുപോലെ പ്രഗത്ഭരായിട്ടുള്ള നമ്മുടെ അജിത് കുമാർ, അതുപോലെ ബഷീർ തുടങ്ങിയ സാഹിത്യ ലോകത്ത് വളരെ ആഴത്തിൽ ചിന്തകൾ ഉള്ള വ്യക്തിത്വങ്ങൾ എല്ലാവർക്കും ഞാൻ ആശംസകൾ നേരുകയാണ്. പ്രത്യേകിച്ച് ഉണ്ണിത്താനും അതുപോലെ കേരളയ്ക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നിലാവൊഴിഞ്ഞ ഇടമെന്ന കവിതാ സമാഹാരത്തിൻ്റെ ഒരവലോകനമാണ്. അതാണ് എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം. അത് എങ്ങനെ ഭംഗിയായി നിർവഹിക്കാം എന്ന് ഞാൻ പരിശ്രമിക്കട്ടെ. എനിക്കറിയില്ല, ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സംരംഭത്തിലൊന്നും ഇതാക്കിയിട്ടില്ല. ഇത് ഹേമയുടെ ഒരു പരീക്ഷണമാണ്. അത് വിജയിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാം. ഈ കഥാപുസ്തകം എനിക്ക് ഹേമ തന്നു, വായിക്കൂ, അവലോകനം പറഞ്ഞു.
ഞാൻ പുസ്തകം മുഴുവൻ വായിച്ചു, നല്ല കവിത. പക്ഷേ വായന കഴിഞ്ഞപ്പോൾ എനിക്ക് കല്ല് കടിച്ചു. സത്യം പറയാനോ കല്ല് കടിച്ചു. എന്താ ഇതിന് നിലാവ് ഒഴിഞ്ഞ ഇടം, അതെന്തോന്ന് എന്താ ഇതിന് നിലാവ് ഒഴിഞ്ഞ ഇടം എന്ന് ഈ കുട്ടി പേരിട്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതിൽ നിലാവ് ഒഴിഞ്ഞ ഒരു ഇടവും ഞാൻ കണ്ടില്ല. ചില കവിതകളിൽ നിലാവ് പൂത്തു നിൽക്കുകയാണ്, പൗർണമി നിലാവ് പോലെ പൂത്തു നിൽക്കുന്നതാണ് ചില കവിതകൾ. മറ്റു ചില കവിതകളാവട്ടെ ഒരു നവമി, ദശമി, ആ സമയത്തൊക്കെ ഉള്ള തീഷ്ണത കുറഞ്ഞ നിലാവ് ഉള്ള കവിതകൾ, നിലാവ് വഴി പോകുന്ന കവിതകൾ. പിന്നെ ചിലയിടത്താകട്ടെ ഒരു പഞ്ചമി, സപ്തമി, ആ ദിവസങ്ങളിൽ കാണുന്ന നിലാവിൻ്റെ സുതാര്യത ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഭംഗിയുള്ള ഒരു നിഗൂഢത. പിന്നെ ചിലതിലാവട്ടെ എന്താ പറയുക, ആ ഒന്നാം ദിവസത്തെയോ രണ്ടാം ദിവസത്തെയോ മൂന്നാം ദിവസത്തെയോ ചന്ദ്രൻ തരണ ഒരു അരണ്ട വെളിച്ചം, അല്ലെങ്കിൽ ഒരു തീഷ്ണത കുറഞ്ഞ സുഖിപ്പിക്കുന്ന ഒരു വെളിച്ചം, കുറച്ച വെളിച്ചം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരിടത്ത് ഞാൻ അമാവാസിയുടെ ഇരുട്ട് കണ്ടതേ ഇല്ല. പിന്നെ എന്തിനാ ഈ കുട്ടികൾ നിലാവൊഴിഞ്ഞിടം എന്ന് പേരിട്ടതെന്ന് അപ്പം തന്നെ എനിക്ക് തോന്നി. അതെനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ഒരു അവലോകനാവുമ്പോൾ. അതുകൊണ്ട് ഞാൻ അങ്ങനെ തുടങ്ങട്ടെ. ഇനി ഞാൻ ഇതിലേക്ക് കടക്കണതിൻ്റെ മുമ്പ് ഞാൻ ഹേമയെ പരിചയപ്പെട്ടത് 6-7 മാസം മുമ്പ് കേരള സാഹിത്യ മണ്ഡലത്തിലെ ഒരു കവിതാ അവതരണം ഉണ്ടായിരുന്നു. അതിൽ ഹേമ ഒരു കവിത അവതരിപ്പിച്ചു. അവിടെ നിന്നാണ് ഹേമയുടെ കവിതയെ ഞാൻ പരിചയപ്പെട്ടത്. അത് വീട് ചായം പൂശുമ്പോൾ എന്നായിരുന്നു ആ കവിതയുടെ പേര്. അത് എനിക്ക് വല്ലാതെ എന്നെ തൊട്ട് പൊളിച്ചൊരു കവിതയായിരുന്നു. ചിലപ്പോൾ എൻ്റെ ജീവിതാനുഭവങ്ങൾ വെച്ചിട്ടായിരിക്കാം അതെന്നെ തൊട്ട് പൊളിച്ചത്. പക്ഷെ എൻ്റെ അനുഭവമാണല്ലോ എനിക്ക് എൻ്റെ വായനാനുഭവം എന്നുള്ളത്. അത് എത്രത്തോളം ഹേമയുടെ എഴുത്തനുഭവത്തോട് ചേർന്ന് നിൽക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അതെങ്ങനെയെന്ന് വെച്ചാൽ അതിന് ഒരു പ്രണയത്തിൻ്റെ ഒരു തന്നിൽ നിന്ന് എടുക്കപ്പെട്ട ഒരു പ്രണയത്തിൻ്റെ ഒരു കവിതയായിരുന്നു. എനിക്കത് ഉദ്ധരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. എന്ന ചവിട്ടുപടിയിൽ ചായം അടിക്കുന്നില്ല, വീട് ചായം പൂശുമ്പോഴാണ് നീ എനിക്കായി നീക്കിവെച്ച നിമിഷങ്ങളുടെ അടരുകൾ അവിടെ ഒളിച്ചിരിപ്പുണ്ട്. ഉമ്മറത്തിണ്ണയിലെ ചാരിൻ്റെ മെഴുകിൽ കടും ചായം വേണ്ട, എന്നിലേക്കെത്തുന്ന പലതും ഉണ്ടവിടെ. ശയനമുറിയിലെ ചുവരുകൾക്ക് കടും ചായം അടിക്കാം, നക്ഷത്രപ്പൊട്ടുകൾ മാറ്റാനാവില്ലല്ലോ. നിന്റെ നക്ഷത്ര കണ്ണുകൾ എന്നെ നോക്കി കഞ്ചി മൂന്നുന്നത് അവിടെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിൽ നിന്ന് അടർത്തി ഒരു പുതു നിറവും കൊടുക്കാൻ നിനക്കാവില്ലെന്ന് എനിക്കറിയാം. ഈ ദൃഹാതുരത്വത്തിൻ്റെ വരികൾ ഹേമയുടെ കവിത ഗംഭീരമായിരിക്കുന്ന എന്നെ അന്ന് തോന്നിപ്പിച്ചു. അതിനുശേഷം ഞാൻ ഈ പുസ്തകം വായിക്കുന്നതിൻ്റെ മുമ്പേ ഇനിയൊരു കവിത വായിച്ചു. കേരള സാഹിത്യ മണ്ഡലത്തിൻ്റെ തേഴ്സ്ഡേ ക്ലബിൽ പ്രസിദ്ധീകരിച്ച ഇറങ്ങിപ്പോവൽ എന്നുള്ള ഒരു കവിതയായിരുന്നു. ഈ പുസ്തകത്തിൻ്റെ അവലോകനത്തിന് വരുമ്പോൾ ഈ പുസ്തകത്തിൽ ഇല്ലാത്ത കവിതയ്ക്ക് എന്തിനാ പറയണതെന്ന് ചിന്തിക്കണ്ട. ഇത് രണ്ടും പറയാണ്ട് ഹേമയുടെ നിലാവൊഴിഞ്ഞ ഇനത്തിലേക്ക് ഞാൻ കടന്നാൽ അത് ശരിയാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ആ കവിത ഒരു സ്വന്തം കൂട്ടുകാരിയുടെ പെട്ടെന്നുള്ള ഒരു പോക്കില് പകച്ചു നിന്ന ഒരു എഴുത്തുകാരിയായിരുന്നു. അത് ഞാനും പകച്ചു പോയതാണ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും. പക്ഷെ അവിടെ ആ എല്ലാ ഒഴിഞ്ഞു പോകലിലും സാധാരണ എല്ലാവരും കാണാം ഒഴിഞ്ഞു പോയവരെ പറ്റിയിട്ടല്ല, ബാക്കിയായ ആൾക്കാരുടെ സങ്കടങ്ങള്, നഷ്ടങ്ങള്, വേദനകള്, അതിനെ പറ്റിയൊക്കെയാണ് പ്രതിപാദിക്കുക. ഇവിടെ അതിൻ്റെ ഒക്കെ കൂടെ ഹേമ പ്രതിപാദിച്ചത് ആ ഒഴിഞ്ഞു പോയ ആളുടെ മനസ്സിലേക്കാണ്. ഇറങ്ങിപ്പോയ ആളുടെ മനസ്സിലെ ആത്യന്തികമായ നഷ്ടത്തിലേക്കാണ് കടന്നത്. അവർ കൂട്ടിവെച്ച സ്വപ്നങ്ങള്, അവർക്ക് ഇനി ബാക്കിയാക്കാമെന്നും വേണമെന്ന് ആഗ്രഹിച്ച മോഹങ്ങള്, അവർ ഇനി നടന്നു തീരാൻ നോക്കിച്ച വഴികള്, അതൊക്കെയാണ് ഹേമ അവിടെ കണ്ടത്. അതൊരു നല്ല കാഴ്ചയായിരുന്നു. അതൊരു വ്യത്യസ്തമായ കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയത്. അറിഞ്ഞു പോകണമെന്ന് ആശിച്ചിട്ടും ആരും എന്നെ അറിഞ്ഞില്ലല്ലോ എന്നൊരു ഖേദം ആ ഇറങ്ങി പോണ ആൾക്ക് ഉണ്ടല്ലോ എന്ന്
ആ സങ്കട കരുതല് അതൊരു സങ്കട കടലാവാമായിരുന്നു എന്ന് ഒന്ന് തൊട്ട് പിന്തിരിയുന്ന ഇറങ്ങിപ്പോകുന്നവരുടെ മനസ്സ് ഹേമതിൽ കണ്ടിരുന്നു. ആ ഒരു ഗൃഹാതുരത്വം, പിന്നെ മരണം എന്ന അനിവാര്യത, അതാണ് ഇവിടെ വളരെയധികം നമ്മളെ തൊട്ട് 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 ഉണർത്തണത് ഈ കവിത. എന്തായാലും ഒരു ദിവസം വരും, വരാതിരിക്കില്ല, എന്നെ തേടിയും മരണം എന്ന് ഈ കവിത നാം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കവിതകൾ പുസ്തകത്തില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് രണ്ടും തൊടാതെ ഹേമയുടെ കവിതയുടെ അവലോകനത്തിലേക്ക് എനിക്ക് കടക്കാൻ പറ്റില്ല. ഇനി ഈ കവിതകളുടെ ഇലാവൊഴിഞ്ഞ ഇടം എന്ന കവിതകളുടെ അവലോകനത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ ഹേമയോടും എന്നെ കേൾക്കുന്ന ആൾക്കാരോടും ഒരു മുൻകൂർ ജാമ്യം എടുക്കട്ടെ. ഒരു എഴുത്തുകാരന്റെ സർഗാനുഭവം ഒരിക്കലും അദ്ദേഹത്തിന് മുഴുവനായിട്ടും എഴുതി ഫലിപ്പിക്കാനാവില്ല. ഇന്നു ഭാഷയത് അപൂർണമാണഹോ വന്നു ചേരും പിഴയും അർത്ഥശങ്കയാൽ എന്ന് പണ്ടുള്ളവർ പറഞ്ഞ മാതിരി സ്വന്തം സർഗാനുഭവം എഴുത്തനുഭവം മുഴുവൻ പകർത്താൻ ഒരു കവിക്കും ഒരു എഴുത്തുകാരനോ സാധിക്കില്ല. ഇനി അദ്ദേഹം പകർത്തിയത്, അദ്ദേഹത്തിന്റെ എഴുത്തനുഭവം ഒരു വായനക്കാരന് മുഴുവനായിട്ടും ഉൾക്കൊള്ളാനും പറ്റില്ല. വായനക്കാരനാവട്ടെ തൻ്റെ കാഴ്ചപ്പാടിലൂടെ ആയിരിക്കും അത് വായിക്കുക. എന്നിട്ട് അത് പറഞ്ഞ് തന്നെ കേൾക്കുന്നവരിൽ എത്തിക്കാൻ വളരെയധികം മെനക്കെടണം. പക്ഷെ പലപ്പോഴും എത്തിക്കാൻ പറ്റിയെന്നും വരില്ല. ഞാൻ അറിഞ്ഞത് ഞാൻ പറയുമ്പോൾ എത്രത്തോളം എവിടെയൊക്കെ ചോർന്നു പോകുന്ന എനിക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ എഴുത്തുകാരിയുടെ എഴുത്തനുഭവം ഞാൻ എത്ര ഉൾക്കൊണ്ടു എന്നോ അത് എൻ്റെ അറിവിൻ്റെ കൈക്കുമ്പിളിൽ എത്ര കോരിയെടുക്കുന്ന സമയത്ത് ആഴത്തിലേക്ക് പോയത് പലതും വിട്ടുപോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കൈത്തിൽ നിന്ന് എടുത്ത് വായനക്കാരനിലേക്ക് പകരുമ്പോൾ കൈക്കുമ്പിളിൽ നിന്ന് തുളുമ്പി പോയിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ അതിലെ പല ഭംഗികളോ അല്ലെങ്കിൽ പല ഉൾക്കാഴ്ചകളോ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഞാൻ അഭ്യർത്ഥിക്കുന്നു, എനിക്ക് പകർന്നു തരാനാവാത്തത് എന്തൊക്കെ ഉണ്ടോ അത് എഴുത്തുകാരി, മറ്റ് വായനക്കാരെ, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇവരെല്ലാവരും കൂടി പൂരിപ്പിക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതിനുവേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇനി ഇതിലെ 40 കവിതയാണ് ഈ പുസ്തകത്തിൻ്റെ ഇതിലുള്ളത്. 40 ചെറുതും വലുതുമായിട്ടുള്ള കവിതകളാണ്. ഇതിന് ചിലതൊക്കെ ഗദ്യകവിത രൂപത്തിലാണ്, വളരെ ചിലത് നന്നായി ഈണത്തില് വൃത്തതാളനിബദ്ധമായിട്ട് ആലപിക്കാൻ പറ്റുന്ന കവിതകളുണ്ട്. ചില ഇടയ്ക്കാ പോലും കണ്ടാൽ കൊതിക്കുമ്പടി രണ്ടുപേരും മിണ്ടാതെ അന്തർഗതം ഓതി തമ്മിൽ. എന്തിനാ എന്തെങ്കിലും പറയണത്? അവര് തമ്മിൽ പറഞ്ഞതൊക്കെ ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടില്ല ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ. അവിടെയാണ് കവിത. അതുപോലെ വളരെ ധ്വനിപ്രധാനമായതുമാണ് കവിത. ഈ കവിതകളിലൊക്കെ ഓൾമോസ്റ്റ് എല്ലാ കവിതകളിലും അന്തർധാരയായിട്ട് ഞാൻ കണ്ടത് പ്രണയം ആണ്. ഹേമയുടെ കവിതകളിലൊക്കെ അത് ആ പ്രണയം എന്തിനോടുള്ളതും ആവാം. പ്രകൃതിയോട്, ഒരു മനുഷ്യനോട്, അല്ലെങ്കിൽ ഇണയോട്, അതല്ലെങ്കിൽ പൂക്കളോട്, കവിതയോട്, എന്തിനോടുള്ള പ്രണയമാവട്ടെ. പക്ഷെ പ്രണയം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു നല്ല സങ്കല്പമാണ്. പ്രണയം എപ്പോഴും എല്ലാ പ്രണയങ്ങളും നിറം പിടിപ്പിച്ച നുണകളാണ്. പക്ഷെ ആ നുണകളുടെ ഭംഗിയില്ലാതെ ഈ പരുക്കൻ യാഥാർത്ഥ്യം എന്ന ജീവിതം എന്ന പരുക്കൻ യാഥാർത്ഥ്യത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് ആ നുണകൾ ആവശ്യമാണ്. നമ്മുടെ ഈ അവസാനത്തെ കലാശക്കളരി വരെ നമുക്ക് ആ നിറം പിടിപ്പിച്ച നുണകളുടെ ആവശ്യമാണ്. ആ ഒരു ആകർഷണീയത നമ്മുടെ ജീവിതത്തിന് നമുക്ക് ആവശ്യമാണ്. പിന്നെ ഈ കവിത എന്ന് പറയുന്നത് ഒരു ആത്മപ്രകാശനമാണ്. കവിതയായാലോ കഥയായാലോ എന്തെഴുത്തായാലോ അത് ഒരു ആത്മപ്രകാശനമാണ് എന്നുള്ളതാണ്. അത് അലങ്കാര ഭൂഷയൊന്നും നിൽക്കണേയില്ല.
ഒരല്പം വ്യത്യസ്തമായ മനോവ്യാപാരത്തോടും കൂടെ നിങ്ങൾ എങ്ങനെ ജീവിതത്തെ കാണുന്നു? സാധാരണക്കാരന്റെ കാഴ്ചപ്പാടല്ലാതെ ഞാൻ ഏതോ ഒരു വരിയിൽ പറഞ്ഞ പോലെ ഞാൻ കണ്ട കടലും നീ കണ്ട കടലും നമ്മൾ ഒന്നിച്ച് കണ്ട കടലും വ്യത്യസ്തമാണെന്ന് പറയണം. അതിലുള്ള കാഴ്ചകളാണ് എഴുത്തുകാരന്റെ കൃതി അല്ലെങ്കിൽ എഴുത്തുകാരന്റെ എന്താ പറയാ സൃഷ്ടി മനോഹരമാക്കണത്. അവിടെ വിവരമാത്മകതയ്ക്ക് ഒന്നും വലിയ ഇതൊന്നുമില്ല. ധ്വനി പ്രധാനമാണ്. ഹേമയുടെ മിക്ക കവിതകളും ഒരുപാട് ധ്വനി പ്രധാനങ്ങളുമാണ്. നമുക്കൊരു ഇവിടെ എനിക്ക് ഓർമ്മ വരുന്നത് എന്താ വെച്ചാല് ഒരു വരി കോഴക്കാർ കൊമ്പു കുത്തുന്ന കോമളത്തിരുമേനിയിൽ മഴവില്ലു തൊഴും മട്ടിൽ മഞ്ഞപ്പട്ടാട ചോർത്തിയോൻ കൃഷ്ണൻ. ഇനി എന്തിനാ ഒരു കേശാധിപാത വർണ്ണന? ഇത് മാത്രം പോലെ നമുക്ക് അങ്ങനത്തെ ധ്വനികള് അങ്ങനത്തെ ഇത് പലപ്പോഴും ഇതിലുണ്ട്. ആദ്യം ഈ കവിതയിൽ തന്നെ ഇരാവൊഴിഞ്ഞ ഇടം എന്ന കവിതയിൽ ഞാൻ എടുക്കാം. ക്രമത്തിൽ വരുമ്പോൾ ആദ്യം എന്തുകൊണ്ടാണോ അങ്ങനെ എന്തോ ആണ്. പക്ഷെ പുസ്തകത്തിന്റെ ഹെഡിന് ഇരാവൊഴിഞ്ഞ ഇടം എന്നായതുകൊണ്ട് ആ നമുക്ക് എടുക്കാം. അത് വേണമെങ്കിൽ നമുക്ക് ഈണത്തിൽ ചുരുക്കി ആസ്വദിക്കാം. എല്ലാ കവിതകളും ചില കവിതകളൊക്കെ അങ്ങനെ ഉള്ളതുണ്ട്. പക്ഷെ ഞാൻ അതുകൊണ്ട് അതൊന്നുമില്ല. പക്ഷെ ഈ കവിത നല്ല ഭംഗിയായിട്ട് നല്ലൊരു കവിതയാണ് ചെല്ലാം. അതില് ചില വരികൾ ഇത്ര മനോഹരമാണ്. അതിൽ പറയാത്ത ധ്വനികളുടെ മാധുര്യമേറെയുണ്ട്. പൊടിയാവാക്കുകൾ മനസ്സിലേക്കാക്കി പലയാവർത്തി പറഞ്ഞതൊക്കെയും മിഴി നോവേറ്റി ഉണങ്ങി നിന്നൊരാ ഇലഞ്ഞിവേരുകൾക്കിടയിൽ വീണുവോ. ഇലഞ്ഞിവേരുകൾക്കിടയിൽ തങ്ങുമാ വാക്കിൻ ശലഭങ്ങൾ കണിയൊരുക്കുമോ. പടരും വേരുകൾ കിളിർത്ത കൈകളാൽ വെറുതെ നമ്മളെ തൊടുന്നുണ്ടാവുമോ. നിലാവൊഴിഞ്ഞ ഇടത്തോട് ഇതേപോലെ ചേർത്ത് പിടിക്കാവുന്ന മറ്റൊരു കവിതയാണ് നിഴലേറ്റങ്ങൾ. എഴുത്തിന്റെ രൂപഭാവങ്ങളും ഭംഗി നമുക്ക് ഭംഗി എന്താ വേണം നമ്മളോട് പറയുന്നത്. ആദ്യം എഴുതിയത് നിഴലേറ്റങ്ങളായിരിക്കും എന്നാണ്. അതെഴുതുന്നത് ദീപം എത്രയോ മാറ്റങ്ങൾ തീർത്തതും സ്നേഹഭാവങ്ങൾ നിശ്ചലമായതും ബഹളമേറ്റിട്ടും യാഥാർത്ഥ്യകോമരം നെറുകെ വെട്ടിപ്പുറന്നു നിറഞ്ഞു കൂടിയിടുമ്പോൾ അത് നല്ലൊരു ബിംബായിട്ടില്ലേ. യാഥാർത്ഥ്യം ഒരു വെളിച്ചപ്പാട്ടിനെ പോലെ നെറുക വെട്ടിപ്പൊളിക്കണ കോമരമായിട്ട് കാണണം. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് ഇരുത്തി വായിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ ബിംബം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഇനി അങ്ങോട്ട് വേറൊരു കവിതയില് ഇനി ഒന്നിച്ചാവുമ്പോൾ എന്നുള്ള കവിത ഞാൻ എടുക്കാം. എല്ലാ കവിതയും പറയാൻ എനിക്ക് സമയമില്ല. എനിക്ക് തന്ന 20 മിനിറ്റ് ഞാൻ കൊടുക്കാൻ നോക്കുകയാണ്. ഇനി അങ്ങോട്ട് എന്നുള്ള കവിതയില് ഇനി അങ്ങോട്ട് ഒരു വിരലിത താങ്ങുവാനില്ലെന്ന യാഥാർത്ഥ്യത്തെ മനോഹരമായ പ്രണയാതയെ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നിച്ചാവുമ്പോൾ എന്ന കവിത. അതില് ഒന്നിച്ചാവുമ്പോൾ നീ കരുതും ഞാൻ പറയുമെന്ന്, ഞാൻ കരുതും പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എന്ന്. അവിടെ ഒരു വീട്ടില് സപ്തസ്വരങ്ങൾ ഒരൊറ്റ വീട്ടുകൊണ്ട് സപ്തസ്വരങ്ങൾ അനുകരണം ചെയ്യണ ഒരു ശബ്ദ സൗകുമാര്യത്തോടാണ് അല്ലെങ്കിൽ വീണാനാദത്തോടാണ് ഈ വരികളെ ഞാൻ ഉപമിക്കുന്നത്. അതായത് അത്ര മതി നീ പറയോ ഞാൻ പറയോ എന്നുള്ളത്. ഒന്നിച്ചാവുമ്പോൾ അടികൾ കാണില്ല. ഒരിട തെറ്റിയാലും ഒരു വിലയിട താങ്ങുമല്ലോ എന്ന് നമ്മൾ പരസ്പരം കരുതും. ഭംഗിയില്ലല്ലേ? പ്രണയാതുരതയിലെ പരസ്പര വിശ്വാസത്തിന് ഇതിന് തുല്യമായിട്ട് എന്ത് പറയാൻ പറ്റും? അതായത് എണയുടെ മൂർത്ത ഭാഗം എത്തിയ നമ്മൾ പലപ്പോഴും പുരാണങ്ങളിലോ കാളിദാസയുടെ ഇവിടെ പണ്ട് കേട്ട് വായിച്ചതാക്കാം. എണയുടെ ആശിപ്പിക്കുന്ന അനന്ത സാധ്യതകൾ ഒരുപാടുണ്ട്. ഇതൊക്കെ മതി ഹേമയ്ക്ക് ഒരു ഇടം കണ്ടെത്താൻ കുറച്ചുകൂടി നന്നായിട്ട് എഴുതാം. പക്ഷെ ഞാൻ പറയുന്നത് ഒരു പൂ കൊണ്ട് ഒരു വസന്തം, ഒരു കാർമേഘത്തിൽ ഒരു തിരുവാതിര ഞാറ്റുവേല, ഒരു മിന്നലിൽ ഒരു വെളിച്ചപ്രപഞ്ചം, ഒരു അരണി സ്ഫുലിംഗത്തിൽ ഒരു തീജ്വാല, ഇതൊക്കെ സൃഷ്ടിക്കാൻ ഹേമയുടെ എഴുത്തിനാവട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. ഇനി എന്നെ കേട്ടവരോടും എഴുത്തുകാരിയോടും എനിക്ക് പറയാനുള്ളത് പൂരിപ്പിക്കാനുള്ളതൊക്കെ പൂരിപ്പിച്ചോളൂ.
ഞാൻ തുറന്ന ഹൃദയത്തോടെ അതൊക്കെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നു. താങ്ക് യു. വളരെ നന്ദി ശ്രീ ജയാമേനോൻ. അവതരിപ്പിച്ച ശ്രീ ജയ്ക്ക് പ്രത്യേക കേരള സാഹിത്യ മന്ദിരത്തിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. അടുത്തതാണ് നമ്മൾ കാത്തിരിക്കുന്ന KP അജിത് കുമാർ സാറിൻ്റെ പുസ്തക നിരൂപണം. സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ മാസത്തെ കവിത അവലോകനത്തിൽ ഞാൻ കുറച്ച് വർത്തമാനം പറഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോൾ എന്നോട് തന്നെ സുഹൃത്ത് പറഞ്ഞത് പ്രസംഗം നന്നായി എന്നാണ്. അപ്പോൾ ഏതാണ് ആ പ്രസംഗം? അത് ഇടശ്ശേരി പണ്ട് പേനാക്കത്തി ഉണ്ടാക്കിയ പോലെ ഇടശ്ശേരി വളരെ ഭംഗിയായി പ്രത്യേകമായി ഇരുമ്പ് കാച്ചി വരുത്തി അത് പ്രത്യേക ചൂടിലൊക്കെ ചൂടാക്കി ഉരുക്കി പണിപ്പുരയിൽ കയറി അതിമനോഹരമായി രാഗി മിനുക്കി ചൂടാക്കി വീണ്ടും തണുപ്പിച്ച് വീണ്ടും ചൂടാക്കി രാഗി മിനുക്കി അവിടെ നോക്കി ഇവിടെ നോക്കി പല ആംഗിളിൽ മാറി നിന്ന് നോക്കി അകന്ന് നോക്കി ഒക്കെ നോക്കി അവസ്ഥ ഒരു മനോഹരമായ പേനാക്കത്തി ഉണ്ടാക്കിയതിന് ശേഷം ഭാര്യ വിളിച്ച് കാണിച്ചു. എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ഇങ്ങനെ തന്നെ അവർ വെട്ടുകത്തിയിരിക്കേണ്ടത് എന്ന് പറഞ്ഞത് ഇടശ്ശേരി തന്നെ എഴുതിയിട്ടുണ്ട് തന്റെ കവിതയെ കുറിച്ച്. ഇത് ഏതെഴുത്തുകാരന്റെ കവിതയ്ക്ക് ബാധകമാണ്, ഹേമയുടെ കവിത ഉൾപ്പെടെ. അതുകൊണ്ടാണ് റൊളാങ് ബാർത്ത്, ഇടശ്ശേരി വായിച്ചിട്ടില്ല കാരണം 80-ൽ മരിച്ചുപോയ റൊളാങ് ബാർത്ത്, ഫ്രാൻസിൽ ജനിച്ച് 80-ൽ മരിച്ചുപോയ റൊളാങ് ബാർത്ത് എന്ന് പറയുമ്പോൾ ആരും പിടിക്കൊന്നും വേണ്ട കേട്ടോ. ഞാനും ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ വായിച്ച് കണ്ട് ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ട അറിവാണ് ഞാനും ഇത് പറയുന്നത്. അങ്ങനെ വലിയ വിജ്ഞാനമൊന്നും എനിക്കില്ല ഈ കാര്യത്തിൽ. ബാർത്ത് പറഞ്ഞ എഴുത്തുകാരന്റെ മരണം, ഡെത്ത് ഓഫ് ദ ഓതർ എന്ന കൺസെപ്റ്റ് ബാർത്ത് മുന്നോട്ട് വെച്ചതാണ് 80-കളിൽ. എഴുതുന്നതോടെ എഴുത്തുകാരൻ തീർന്നു. ഈ കഴിഞ്ഞ 10-25 കൊല്ലമായിട്ടാണ് മലയാളത്തിലെ എഴുത്തുകാരൻ പിന്നെയും ഈ ബസ്സിൽ കപ്പി പിടിച്ച് മുൻകിടക്കുന്നത് പോലെ എഴുതിയ കൃതികൾക്ക് പുറകെ ഇങ്ങനെ ഈ തിരക്കേറിയ ഓർഡിനറി ബസ്സിൽ കയറിയും പ്രൈവറ്റ് ബസ്സിൽ കയറിയും മലബാർ എക്സ്പ്രസ്സിലെ അൺറിസർവ്ഡ് കമ്പാർട്ട്മെന്റിൽ കയറിയൊക്കെ യാത്ര ചെയ്യുന്ന പോലെ എഴുത്തുകാരിങ്ങനെ തിക്കി തിരക്കി കൃതികളുടെ പിന്നാലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടങ്ങനെ സഞ്ചരിക്കാറില്ല. എഴുതി കഴിഞ്ഞാൽ പിന്നെ വായനയുടെ കയ്യിലാണ്. ഇപ്പൊ പക്ഷെ എഴുത്തുകാരനാണ് വായനക്കാരേക്കാൾ കൂടുതൽ ശബ്ദം ഉണ്ടാക്കുന്നത് എന്നൊരു കേരള സാഹചര്യമുണ്ട്. അതിനെ അതികഠിനമായി എതിർത്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എഴുതുകയില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് 10-25 വർഷങ്ങളായ പ്രഖ്യാപനത്തിന്റെ പേരിൽ മാത്രം എഴുതാതെ പ്രസിദ്ധീകരിക്കും. എഴുത്തുകാരൻ അറിയപ്പെടില്ല എന്ന വാശിയോടെ ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. കാരണം എന്നോട് കഴിഞ്ഞ ഒരു വർഷക്കാലത്ത് സംസാരിച്ച എറണാകുളത്തെയും കേരളത്തെയും ഒക്കെയുള്ള എല്ലാ എഴുത്തുകാരും എന്നോട് തുടർച്ചയായി പറഞ്ഞിട്ടുള്ളത് അവരെഴുതിയ പുസ്തകങ്ങളെ കുറിച്ചും അവരെഴുതാനിരിക്കുന്ന പുസ്തകങ്ങളെ കുറിച്ചുമാണ്. ജൂലൈയിൽ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന ഒരു പുസ്തകത്തെക്കുറിച്ച് കഴിഞ്ഞ 3 ദിവസവും എന്നോട് തിരുവനന്തപുരത്ത് നിന്നൊരു എഴുത്തുകാരൻ വിളിച്ച് സംസാരിച്ചു. അതിന്റെ കവർ പ്രകാശനം, അത് ലൈക്ക് ചെയ്യണം, അതിനെക്കുറിച്ച് ഫേസ്ബുക്കിൽ എഴുതണം. ആകെ 10-25-30 പേരാണ് എൻ്റെ ഫേസ്ബുക്ക് ആകെ കാണുന്നത്. അതിൽ ഞാൻ എഴുതിയെന്ന് വെച്ചാൽ ആ പുസ്തകത്തിൽ നിന്ന് ഒരു പ്രചാരവും കിട്ടാൻ പോണില്ല. എങ്കിലും അദ്ദേഹത്തിന് നിർബന്ധം ഇങ്ങനെയുള്ള ആളുകളൊക്കെ എഴുതി വിടണമെന്നുണ്ട്. അപ്പൊ എഴുത്തുകാരനാണ് വായനക്കാരനേക്കാൾ അങ്ങനെയാണെങ്കിൽ വായനക്കാരന്റെ ഭാഗത്ത് നിൽക്കാം ആണല്ലോ. ശക്തി കുറഞ്ഞവന്റെ ഭാഗത്ത് നിൽക്കുന്നതിനൊരു പ്രത്യേക സാമൂഹ്യ യുക്തി ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ശക്തി കുറഞ്ഞവന്റെ ഭാഗത്തൊന്നല്ലെങ്കിൽ വായനക്കാരന്റെ ഭാഗത്ത് നിൽക്കാം. അങ്ങനെ നിൽക്കുമ്പോഴാണ് പലപ്പോഴും എഴുതി തയ്യാറാക്കി ആലയിൽ ഉണ്ടാക്കി വിടുന്ന പേനാക്കത്തികളൊക്കെ മടവാളായി മാറുകയും പലപ്പോഴും മടവാളൊക്കെ പേനാക്കത്തിയായി. ഇടശ്ശേരി പക്ഷെ ആത്മവിശ്വാസത്തോടെയാണ് ആ പാദം പോലെ എഴുതിയെന്ന് ഓർമ്മ. ജനിതകമായി വാസനയുണ്ടായിരുന്ന എന്നെ താളമടിക്കാറാക്കിയെന്നേ കുട്ടിക്കൃഷ്ണവാര്യരെ കുറിച്ച് പോലും ഇടശ്ശേരി പറയുന്നുള്ളൂ. എന്ന് പറഞ്ഞ് വാസന എനിക്കുണ്ട് എന്ന് അഭിമാനത്തോടെ പറയുന്നുണ്ട്. ജന്മത വാസനയാകിയ ആ ഉണ്ടായിരുന്ന എന്നെ താളമടിക്കാറാക്കിയെന്നാണ് കുട്ടിക്കൃഷ്ണവാര്യരെ കുറിച്ചുള്ള കവിതയിൽ. അതുപോലെ മടവാൽ ഉണ്ടാക്കിയിട്ട് പേനാക്കത്തി എന്ന് ഭാര്യ പറഞ്ഞെന്നല്ല ഇടശ്ശേരി എഴുതിയത്. ഞാൻ പേനാക്കത്തി ഉണ്ടാക്കിയിട്ട് അത് അതിനേക്കാൾ ശക്തിയുള്ള, അതിനേക്കാൾ വലിയ ഉപയോഗങ്ങളുള്ള ഒന്നായി അത് മാറിയെന്ന് ഭാര്യ പറഞ്ഞെന്നാണ് ഇടശ്ശേരി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കൃതികൾ മാറാറുണ്ട്. ഞാൻ ഹേമയുടെ പുസ്തകത്തെക്കുറിച്ച് ഈ പുസ്തകം കയ്യിൽ കിട്ടിയപ്പോൾ പണ്ട് ഞാൻ ഏത് തരത്തിലുള്ള പുസ്തകം വായിക്കുന്ന ആളാണ് കേട്ടോ. ഡിറ്റക്റ്റീവ് നോവലുകളും
ബൈംഗ്ലി നോവലുകൾ എന്ന് പറയുന്ന പുസ്തകങ്ങൾ എന്ന് വേണ്ട എന്തും കയ്യിൽ വരുന്ന എന്തും വായിക്കുന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ വർത്തമാനം പറയാൻ ഒരു മടിയില്ലാത്ത ആളുമാണ്. അത് എൻ്റെ ബുദ്ധിജീവി പദവിയിൽ നിന്ന് എന്നെ നിഷ്കാസനം ചെയ്യുമെന്നോ ഇയാളെന്ന് ചെറിയ ആളാണെന്ന് കരുതുന്നു എന്നുള്ള തോന്നലൊന്നുമില്ലാതെ പറയുന്നവരാണ്. അങ്ങനെ വായിക്കുന്ന കൂട്ടത്തിൽ ഒരു ഡിറ്റക്റ്റീവ് നോവലുകൾ മായാദാസൻ എന്ന് പറഞ്ഞൊരു നോവലിസ്റ്റ് ഉണ്ട്. പഴയ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പണ്ട് സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാനത്ത് വായിച്ച ഒരു പുസ്തകം ഞാൻ ഓർക്കുന്നുണ്ട്. അതൊരു തെലുങ്ക് ആന്ധ്ര പ്രദേശത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങളും അത് അന്വേഷിക്കുന്ന ഒരു ആന്ധ്രയോ തെലുങ്കോ ഏത് സംസ്ഥാനം ഓർക്കുന്നില്ല, എന്നാലും മലയാളിയല്ല, ഒരു കുറ്റാന്വേഷണന്റെ കഥയാണ്. അപ്പൊ ഒരു കഥയിൽ ഒരു നോവലിൽ ഇദ്ദേഹം തുടക്കത്തിലേ പറയും, ഇനി വരുന്ന കേസ് ഞാൻ അന്വേഷിക്കുന്നതിനിടയ്ക്ക് വാ തുറക്കില്ല, സംസാരിക്കില്ല. ഏറ്റവും അവസാനം അന്വേഷണത്തിന് ശേഷം ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നതിലൂടെ ഞാൻ കുറ്റകൃത്യം തെളിയിക്കും. ഒരു 100-150 പേജുള്ള ഒരു നോവലാണ്. അപ്പൊ ആ പുസ്തകം ആദ്യാവസാനം ഈ ഡിറ്റക്റ്റീവ് ഉദ്യോഗസ്ഥന് ഇടപെടുന്ന പേര് ഞാൻ മറന്നുപോയി കേട്ടോ, ഉദ്യോഗസ്ഥന്റെ പേരെ മറന്നുപോയി, പക്ഷെ ആ കൺസെപ്റ്റ് ഓർക്കുന്നുണ്ട്. ആദ്യാവസാന അന്വേഷണങ്ങളാണ്, വളരെ രസകരമായി വായിച്ചു പോകുന്ന പുസ്തകങ്ങളാണ് മായാദാസന്റെ നോവലുകൾ. ഏറ്റവും അവസാനം ഒരു ഒറ്റ ചോദ്യം, അത് അവസാനത്തെ പേജിലോ മറ്റോ അവസാനത്തെ 2 പേജിന് മുമ്പ് ആ ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന്റെ മുമ്പിൽ ഈ സംശയിക്കപ്പെടുന്ന ആള് കുടുങ്ങുകയും കുറ്റം സമ്മതിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അതുപോലെ ഹേമയോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യമാണ് ഇവിടെ വന്ന് അപ്പൊ ഞാൻ ചോദിച്ചത്. ഇവിടെ കയറുന്നവരെന്ന് ഹേമയോട് ചോദിച്ചു, ലൈലാക പുഷ്പങ്ങൾ എന്ന പേര് അതിനകത്തൊരു കവിതയും പരാജിതന്റെ പേര് ലൈലാക പുഷ്പങ്ങൾ ഉപയോഗിക്കാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചു. ഹേമന്തോ പറഞ്ഞു അത് തണുപ്പുള്ള രാജ്യത്ത് ഇവിടെ ഇരുന്ന മനോഹരമായ പുഷ്പമാണെന്ന് എന്തൊക്കെ പറഞ്ഞു. ഇത് വെറുതെ അല്ല, ലൈലാക പുഷ്പം എന്ന കവിതയിൽ ഒരു പ്രയോഗമുണ്ട്. അത് ഇതുപോലെ ഒരു മനോഹരമായ ഒരു പദപ്രയോഗം എന്ന് കരുതി അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇണങ്ങുന്ന കരുതി കാൽപ്പനികമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന കരുതി ഉപയോഗിച്ചതാവാം. പക്ഷേ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ അതിപ്രശസ്തമായ, അതിനേക്കാൾ പ്രശസ്തനായ ഒരാളെ കുറിച്ച് എഴുതിയ ഒരു കവിതയിൽ ആ വാക്ക് കടന്നു വരുന്നുണ്ട്. ജലഗിഥാറിന്റെ ലൈലാക ഗാനം എവിടെ ജോൺ എന്ന കവിത. ആളുകളത് വായിച്ചു വിട്ടിട്ടുണ്ടാവും. ബാലേന്ദ്രന് മാത്രം കഴിയുന്ന ഏതോ മണ്ടത്തരങ്ങൾ എഴുതി വിട്ടു എന്ന്. ജലഗിഥാർ എന്നൊരു ഗിത്താറ, വെള്ളത്തിൽ വെച്ച് ഗിത്താർ വായിക്കാൻ പറ്റും. ലൈലാക ഗാനോ, അതൊരു പൂവല്ലേ. ഇതൊക്കെ വായിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷെ 80കളുടെ അന്ത്യത്തിൽ കേരളത്തിൽ ജീവിച്ച ഒരു യുവ കവിക്ക് ജലഗിത്താറുണ്ട് എന്നും ലൈലാക ഗാനമുണ്ട് എന്നും അറിയാൻ കഴിഞ്ഞിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കണം. മേസൺ വില്യംസ് എന്ന ഗിത്താറിസ്റ്റ് വേദിയിൽ ഫ്ലെക്സി ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഗിത്താറിൽ ജലം നിറച്ച് അതിലൊരു മത്സ്യത്തെയും ഇട്ടുകൊണ്ട് പാട്ട് പാടിയത്. ക്ലാസിക്കൽ ഗ്യാസ്, അതാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പാട്ടിന്റെ പേര്. അരാജക അനുഭവങ്ങളുടെ വലിയ പശ്ചാത്തലമുള്ള ആളായിരുന്നു മേസൺ വില്യംസിന്റെ ജീവിത പശ്ചാത്തലം ഒന്നുകൂടി ചേർത്ത് വായിക്കുമ്പോൾ ജലഗിഥാറിന്റെ എന്ന എവിടെ ജോൺ എന്ന കവിതയിൽ ബാലേന്ദ്രൻ ഉപയോഗിക്കുന്ന എന്ത് എന്ന് പിടികിട്ടും. ലൈലാക ഗാനം അതുണ്ട്. ജെയിംസ് ഷട്ടൺ എഴുതിയ പ്രസിദ്ധമായൊരു ഗാനമാണ് ലൈലാക ഗാനം. അതിന്റെ തുടക്കം എന്താണ്? ഐ മെയ്ഡ് വൈൻ ഓഫ് ലൈലാക് ട്രീ ആൻഡ് പുട്ട് മൈ ഹാർട്ട് ഇൻ ടു ഇറ്റ്സ് റെസിപ്പി എന്നാണ്. ഹേമയ്ക്ക് എന്തെങ്കിലും കത്തിയോ? നിന്റെ പ്രണയത്തിന്റെ രുചി, നിന്റെ സ്നേഹത്തിന്റെ രുചി എന്റെ ഭക്ഷണശീലങ്ങളിൽ കടന്നു വരുന്നു എന്ന് എഴുതിയ വരി ഹേമ എഴുതിയപ്പോ ലൈലാക ഗാനത്തിൽ ഒരുത്തിൽ ഇങ്ങനെ എഴുതിയെന്ന് ഹേമ ഓർത്തിട്ടില്ല. കേരളത്തിൽ അറിയില്ല, കാരണം ശ്രീനിവാസൻ എന്ന് പറയുന്ന എന്റെ സുഹൃത്താണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ലൈലാക ഗാനത്തിൽ ജലഗിതാറിനെ കുറിച്ച് എഴുതി എന്നെ അറിയിച്ചത്. അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. നോക്കൂ, നമ്മൾ കവിതയിൽ പ്രയോഗിക്കുന്ന ഇമേജുകൾ നമ്മൾ അറിയാതെ സഞ്ചരിക്കുന്നത് എവിടേക്കും നടക്കും. കവിതയെ സത്യസന്ധമാക്കുന്നത് ഇത്തരം പ്രയോഗങ്ങളാണ്. അല്ലെങ്കിൽ അത് കൃത്രിമ കവിതകളായി മാറുന്ന 10,000-കണക്കിന് വരികളായി എവിടെയോ പെയ്ത് മണ്ണിലേക്ക് ഇറങ്ങിപ്പോകും. അങ്ങനെ അല്ലാത്ത വരികൾ,
അതാണ് ആ ഭക്ഷണം. എനിക്ക് ആ വരി ഓർക്കുന്നില്ല. ഭക്ഷണ രുചി അല്ല, നിന്റെ സ്നേഹം ഇതിന്റെ രുചി എന്റെ ഭക്ഷണത്തിലാക്കുന്നു. ഞാനിത് എവിടെയോ ഞാനിത് ഞാൻ അറിഞ്ഞിട്ടുണ്ടല്ലോ. ഈ രുചിയും സ്നേഹവും ഹൃദയവും, ആ ഹൃദയം കൊണ്ടല്ലല്ലോ രുചിക്കുന്നത്, പക്ഷെ രുചിയെയും ഹൃദയത്തെയും ഒക്കെ ചേർത്ത് വയ്ക്കുന്ന ഒരു അതെവിടേത് അനുഭവമാണെന്ന് ഓർത്തെടുക്കുമ്പോഴാണ് ഞാൻ എപ്പോഴും കവിത വായിക്കുന്നത് ആ കവിതയ്ക്ക് അകത്തേക്ക് ഇറങ്ങാനല്ല, കവിതയിലൂടെ എവിടേക്കെങ്കിലും പോകാനാണ്. അങ്ങനെ ഒരു സാഹിത്യ സൃഷ്ടിയിലൂടെ നമ്മെ എവിടേക്കെങ്കിലും കടത്തിവിട്ട സാഹിത്യ സൃഷ്ടികളെ മാത്രമേ നാം ഇപ്പോൾ ഓർത്തിരിക്കുന്നുള്ളൂ എന്നുകൂടി അറിയുക. അതിനകത്തേക്ക് മാത്രം ചുരുങ്ങാൻ നമ്മളെ പ്രേരിപ്പിച്ച ഒരു സാഹിത്യ സൃഷ്ടിയും നമ്മുടെ ചിന്തകൾക്കപ്പുറത്തേക്കോ ഒരു സാഹചര്യങ്ങൾക്കപ്പുറത്തേക്കോ ഒരു പ്രത്യേക പരിസ്ഥിതികൾക്കപ്പുറത്തേക്കോ നമ്മുടെ മനസ്സിൽ നിലനിൽക്കില്ല. അങ്ങനെ സഞ്ചരിക്കാൻ സഹായിക്കുന്ന സാഹിത്യ സൃഷ്ടികളെയാണ് നാം ക്ലാസിക്കുകൾ എന്ന് പറയുന്നത്. കാരണം ആ കവിതകളിലൂടെ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകണം. അതുകൊണ്ടാണ് ഹേമയുടെ കവിതയിൽ ആത്മഹത്യക്കും കൊലയ്ക്കുമിടയിലൂടെ പായുന്ന അനേകം അനുഭവങ്ങൾ. ആത്മഹത്യയുണ്ട് അല്ലെ, പൂവിന് ആ പേര് ഞാൻ ഓർക്കുന്നില്ല, പൂവിന്റെ അത് എന്തൊരു ഈ നേരത്തെ നിലാവ് ഒഴിഞ്ഞിടന്നുള്ളവർ ആലോചിക്കുകയായിരുന്നു. ഇത്തരം കോൺട്രാസ്റ്റുകൾ ചേർത്തുകൊണ്ടാണ്. ഒരു തരത്തിലും തോന്നുന്നില്ല ആ കവിത ആത്മഹത്യയെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ തലക്കെട്ട് തോന്നുമ്പോൾ എനിക്ക് മനസ്സിലായില്ല, ഇങ്ങനെ ഒരു പറയുന്ന ഒരു കവിതയ്ക്ക് അങ്ങനെ ഒരു പേര് വരില്ലല്ലോ എന്ന് കരുതി. ഒരു വഴിയിലേക്ക് മാറാനാവാതെ നിന്നൊരു വണ്ടിക്കൊപ്പം തന്നെ കൂട്ടുക എന്ന് പറയുന്ന മനോഹരമായ ഒരു സൂചകത്തിലൂടെ ആ വണ്ടി ആ ജൈവ ഘടകത്തെയും കൊണ്ട് ചുവന്ന പൂക്കൾ വിരിയിച്ചുകൊണ്ട് പാഞ്ഞു പോകുന്നു എന്നൊക്കെ ഞാനും അങ്ങനെ പറയുന്നില്ല കേട്ടോ. അതാണ് ആത്മഹത്യയും വാളയാറിലെ അമ്മയുടെ കൊലപാതകം. പക്ഷെ അവിടെയൊക്കെ ഹേമയ്ക്കറിയാം ഞാൻ ഈ കവിതയെ അനുമോദിക്കാനല്ല ഇവിടെ നിൽക്കുന്നതെന്ന് ഹേമയ്ക്കറിയാം. അവിടെയും അതുപോലെ പുൽവാമയുടെ കവിതയ്ക്ക് എഴുതുമ്പോൾ പുൽവാമ കവിതയുടെയൊക്കെ പ്രശ്നം ആർക്കും എഴുതാവുന്ന മുദ്രാവാക്യ കവിതയാണ് അത്. ഹേമനോട് ക്ഷമിക്കണം. പക്ഷെ മുദ്രാവാക്യങ്ങൾ ആവശ്യമാണ് എന്നുള്ളതാണ് എന്റെ പ്രശ്നം. സാഹചര്യങ്ങൾ, കാരണം ഞാനും മുദ്രാവാക്യങ്ങൾ ഒരുപാട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ചില സന്ദർഭങ്ങളിൽ എന്നോട് മുദ്രാവാക്യങ്ങൾ എഴുതാൻ ആവശ്യപ്പെടാറുണ്ട്, ഞാൻ എഴുതി കൊടുക്കാറുണ്ട്. പലരും അത് പിന്നീട് ആവശ്യപ്പെടാറുണ്ട്. ആവശ്യമാണ് നമുക്ക്. ഒരുപക്ഷെ ഈ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഇതൊക്കെ വൈകാരികമായി തോന്നുന്നത്. പക്ഷെ അതിനകത്തൊരു രസകരമായ ഒരു ആശയമുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം പണ്ട് കാലത്ത് നമ്മൾ ഈ മലയാളം മീഡിയം പഠിച്ചു കഴിഞ്ഞിട്ട് ഇംഗ്ലീഷൊക്കെ പെരുമാറുന്ന കോളേജുകളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് വല്ലാതെ വിഷമം തോന്നും. കാരണം ഒരു വാക്ക് വാട്ട് ഈസ് യുവർ നെയിം എന്ന് പോലും ഒരു സ്വാഭാവികതയോടെ ചോദിക്കാനോ, മൈ നെയിം സജിത് കുമാർ സ്വാഭാവികത്ത ഒരു ഇംഗ്ലീഷ് പാഠം പഠിച്ചിട്ടാണ് 76 ഞാനൊക്കെ എൻ്റെ മലയാളം മീഡിയം സ്കൂളിൽ നിന്ന് കോളേജിലേക്കൊക്കെ ചെല്ലുന്നത്. ഇപ്പോഴത്തെ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഇംഗ്ലീഷ്, മലയാളം കുറെ വായിച്ചിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കണം, നല്ല ഇംഗ്ലീഷ് പഠിക്കണം എന്ന വാശിയോടെ കുറെ പുസ്തകങ്ങൾ എടുത്ത് വായിച്ചിട്ട് നമ്മുടെ താളം, വാക്കുകളുടെ താളം കൃത്യമായി വരാത്ത ഒരു പാസേജും ഇന്നും എനിക്ക് ഇഷ്ടമല്ല, അന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലും ചില താളം നോക്കുമ്പോൾ അങ്ങനെ താളത്തിന് കിട്ടിയ പുസ്തകങ്ങളിൽ ചിലത് വിവേകാനന്ദന്റെ പുസ്തകങ്ങളാണ്, ചിലത് ജവഹർലാൽ നെഹ്റുവിന്റെയാണ്, ചിലത് വിൽസൺ ചർച്ചിലിന്റെ യുദ്ധകാല പ്രഭാഷണങ്ങളുടെ ഒരു കളക്ഷൻ ഉണ്ട്. അതാണ് വാർ ടൈം സ്പീച്ചസ്. ഈ വാർ ടൈം സ്പീച്ചസിൽ ഒരു ക്രിസ്മസ് അന്ന് ഏതാണ്ട് കോളേജ് കാലത്ത് പഠിച്ച ഓർമ്മയാണ്. എന്നാൽ ഈ കവിതയിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് എനിക്ക് ചാടാൻ പറ്റി എന്നുള്ളതാണ് പുൽവാമയുടെ കവിത വായിച്ചപ്പോൾ. വാർ ടൈം സ്പീച്ചസിൽ യുദ്ധം 3-4 വർഷം നടന്നതാണല്ലോ. അപ്പൊ അതില് 3-4 ക്രിസ്മസുകളും വന്നു പോകും. അപ്പൊ ഒരു ക്രിസ്മസ് കാലത്ത് വിൽസൺ ചർച്ചിൽ ക്രിസ്മസ് ആഘോഷത്തിന് നൽകിയ സന്ദേശമാണ്: ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഈ ഫയർ സൈഡിൽ, തീ കുണ്ടം കൂട്ടിയിട്ട് അതിനെ നടുക്കിരുന്നത്, ഞങ്ങളുടെ ഫയർ സൈഡിൽ ഞങ്ങൾ തണുപ്പത്തിരിക്കുന്ന നിങ്ങളെയും ഓർക്കുന്നു എന്ന് പറയുന്നു. When we sit around our fireside, we feel you. സൈനികർക്ക് കൊടുക്കുന്ന, ഇവിടെ വാർത്തയും സ്പീച്ചസ് ഏമ വായിച്ചിട്ടില്ല തിരിക്കറിയാം. പക്ഷെ കൃത്യമായി നമ്മുടെ തണുപ്പുള്ള പ്രദേശത്ത് നടക്കുന്ന യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ മഞ്ഞിന്റെ തണുപ്പിനെ രാജ്യസ്നേഹത്തിന്റെ ചൂടുകൊണ്ട് പകരം വയ്ക്കുന്നതിനെ കുറിച്ച് പറയുന്ന ഒരു മനോഹരമായ കൽപ്പന ആ പുൽവാമയെ കുറിച്ചുള്ള ആക്രമണത്തിന്റെ കവിതയെ വ്യത്യസ്തമാക്കാം. ഇങ്ങനെ അപൂർവം ചില ഘടകങ്ങളെ വ്യത്യസ്തമാകുന്നത്. പിന്നെ അതിൻ്റെ ഒരു വലിയ, അതിനും മറ്റേ വാളയാറിലെ സംഭവത്തെക്കുറിച്ചുള്ള, ഇന്നാണെങ്കിൽ വാളയാറിനെ കുറിച്ച് അങ്ങനെ എഴുതുക, അമ്മയെ കുറിച്ച്. ഇവിടെ എത്ര പേർ ആ വാർത്ത എത്തിയിട്ടുണ്ടെന്ന്, ആ വാർത്തകൾ മറച്ചു വയ്ക്കാനുള്ള മാധ്യമങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. എന്താണ് അതിലെ യഥാർത്ഥ അമ്മ ചെയ്തതെന്നുള്ളത് എല്ലാവർക്കും ഇവിടെ എത്തിയിട്ടുണ്ടെന്നിരിക്കും. കാരണം മാധ്യമങ്ങൾ വളരെ ഭംഗിയായി ആ അമ്മയുടെ കുറ്റകൃത്യങ്ങൾ മറച്ചു വെച്ചിട്ടുള്ള അന്നും ഇന്നും പെരുമാറുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ അറിയാനും പറ്റില്ല. ഇന്നാണെങ്കിൽ എഴുതില്ലല്ലോ അങ്ങനെ ആ അമ്മയെ കുറിച്ച് അങ്ങനെ എഴുതും.
അവിടെയാണ് ഈ നിരീക്ഷണത്തിന്റെ, ഇവിടെ നേരത്തെ പറഞ്ഞ നിരീക്ഷണത്തിന്റെ പോരായ്മ നമ്മുടെ കവിത. കാരണം ഇത് ONVയുടെ ഒരു കവിത മാതൃകയാണ്. ഇപ്പൊ മൈക്കിളാഞ്ചലോ മാപ്പ് ഒരു പത്രവാർത്തയെ കുറിച്ച് എഴുതിയതാണ്. എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 75-ലോ മറ്റോ കവിതയ്ക്ക് സമ്മാനം കിട്ടിയ പുസ്തകമാണ് അക്ഷരം എന്ന കവിതാ സമ്മാനം. പിന്നെ കവിത എഴുതിയിട്ടില്ല. അതിനെ കിട്ടിയ പുസ്തകത്തിനകത്താണ് മൈക്കിളാഞ്ചലോ മാപ്പ് എന്നുള്ള ഒരു കവിതയുള്ളത്. അതിൽ ഈ പിയത്ത എന്ന ഒരു പ്രതിമയെ, മൈക്കിളാഞ്ചലോ സൃഷ്ടിച്ച പ്രതിമയെ ഒരാൾ ആക്രമിച്ചതിനെ കുറിച്ച്, മയക്കുമരുന്ന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾ അതിന്റെ തലയൊക്കെ അടിച്ചു പൊട്ടിച്ചു ഉള്ള വാർത്ത. അത് 72-ൽ വന്ന വാർത്തയാണ്. 72-ൽ വന്ന വാർത്തയെക്കുറിച്ച് 75-ൽ എനിക്ക് കിട്ടിയ പുസ്തകത്തിലെ കവിതയായിട്ട് പുസ്തകമായിട്ട് വരണമെങ്കിൽ അത് ഒരു 72-ൽ വന്ന വാർത്തയെക്കുറിച്ച് ONV 73-ലെങ്കിലും കവിത എഴുതിയിട്ടുണ്ടാവണം. പുസ്തകമാക്കി 75-ൽ എന്റെ സ്കൂളിലെ അധ്യാപകർ അത് ഇവൻ ഇരിക്കട്ടെ എന്ന് കരുതി വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ 72-ലെ പത്രവാർത്ത വായിച്ച് ONV വികാരഭരിതനായി മൈക്കിളാഞ്ചലോ എഴുതിയ ഈ കുരിശിൽ നിന്ന് ഇറക്കപ്പെട്ട ഏറ്റവും ദാരുണമായ ഒരു രംഗത്ത്, ലോക ചരിത്രത്തിലെ ലോക സംഭവങ്ങളിൽ ഒക്കെ ഏറ്റവും ദാരുണമായ ഒരു രംഗമാണ് കുരിശിൽ നിന്ന് ഇറക്കപ്പെട്ട മകന്റെ മൃതദേഹത്തിന്റെ മുമ്പിൽ അമ്മ നിൽക്കുന്ന ചിത്രമാണ് ആ ശില്പമായി മാറുന്നത്. അങ്ങനെ നിന്നിട്ടുണ്ടോന്നും അറിയില്ല, പക്ഷെ ശില്പത്തിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ശില്പത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ആ ശില്പം പൊട്ടിച്ചയാളെ മാനസിക രോഗി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനകത്ത് പത്രവാർത്തയിൽ ഇല്ലാത്തൊരു കാര്യവും ONV അതിൽ ചേർക്കുന്നുണ്ട്. അവന് ചുറ്റും വിഗ്രഹഭഞ്ജക പരിവേഷമണിയിക്കുവാൻ ഏതോ ക്യാമറ കൺചിമ്മുന്നു. അന്നത്തെ മാധ്യമത്തെ പറഞ്ഞു. ഇത് കണ്ടു ONV 72-ലെ സംഭവത്തെക്കുറിച്ച് 73-ൽ കവിത എഴുതുമ്പോൾ തന്നെ അന്ന് പത്രവാർത്തയിൽ കൃത്യമായ, കാരണം അന്ന് പഞ്ചായത്ത് തോറും എഡിഷനുകൾ പത്രങ്ങൾക്ക് ഇല്ലാത്ത കാലമാണെന്ന് ഓർക്കണം. ഇന്നങ്ങനെയാണല്ലോ. ഈ പഞ്ചായത്തിൽ മാത്രമുള്ള വാർത്തകളായിട്ട് നിങ്ങൾക്ക് ഏത് ദേശീയ പത്രവും വരും, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി. അപ്പൊ അന്നത്തെ കാലത്ത് കാണാൻ കഴിഞ്ഞു. ആ കാഴ്ച ഒരുപക്ഷെ പുൽവാമയെ കുറിച്ചുമുണ്ട്. വാർത്തകളും അനുഭവങ്ങളും വിശദീകരണങ്ങളും വിവാദങ്ങളും. വാളയാറിനെ കുറിച്ചുമുണ്ട്. കവിതയിലേക്ക് എടുക്കുമ്പോൾ ഇടശ്ശേരിയൊക്കെ ചെയ്യാറുള്ളത് പോലെ, ഞാൻ ഇടശ്ശേരിക്ക് ചിലപ്പോൾ ആൾക്കാർക്ക് ചെടിപ്പ് വരും. ഇയാൾ എന്ത് പറഞ്ഞാലും ഇടശ്ശേരി എന്ന് പറയുന്നത് അങ്ങനെ ധരിക്കണ്ട. കാരണം പരാതി പറയാൻ പറ്റുന്ന ഒന്നും, വൈലോപ്പള്ളിയെ കുറിച്ച് പോലും പരാതികൾ പറയേണ്ടി വന്നിട്ടുണ്ട്. ഇടശ്ശേരിയെ കുറിച്ച് പരാതി പറയേണ്ടി വന്നിട്ടില്ലാത്ത നിരീക്ഷണങ്ങൾ നടത്തിയ ഒരാളായതുകൊണ്ടാണ് ഞാനൊരു മാതൃക എന്നുള്ള നിലയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. അങ്ങനെയുള്ള നിരീക്ഷണങ്ങളുടെ വികാരാവേശത്തിന്റെ മാത്രം, യഥാർത്ഥത്തിൽ കവിത വികാരാവേശത്തിന്റെ ഒരു പ്രകടനം തന്നെയാണ്, അതിന് തർക്കമൊന്നുമില്ല. പക്ഷെ വികാരാവേശത്തിന് വേഴ്സൊടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ അതിനു മുമ്പ് നിങ്ങളുടെ ആലോചന വേണമെന്ന് പറയുന്നുണ്ട്. തോട്ട് ഓഫ് ഇറ്റ്, യു മസ്റ്റ് ഹാവ് തോട്ട് ഓഫ് ഇറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. ആ തോട്ട് ഓഫ് ഇറ്റ് എന്നുള്ള ഭാഗം നമ്മൾ ആരും എടുത്തിട്ടില്ല. വികാരാവേശം വന്ന് ചാടി ഇറങ്ങി എഴുതി വയ്ക്കുന്ന, എന്നിട്ട് കവിത ആഘോഷിക്കുന്ന, ക്ഷമയെ കുറിച്ചല്ല ഇപ്പം ഞാൻ പറയുന്നത്, അങ്ങനെ ആഘോഷിക്കുന്ന ഒരുപാട് കവിതകളുള്ള കാലമാണ്. പക്ഷെ വികാരാവേശത്തിനപ്പുറത്തേക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന വിവരങ്ങളും വാർത്തകളും ദൃശ്യങ്ങൾ പോലും സത്യസന്ധമല്ലാതാകുന്ന ഈ എന്താണ് പോസ്റ്റ് ട്രൂത്ത് അല്ലേ, സത്യാനന്തര കാലഘട്ടത്തിൽ ഒരു സംഭവത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ എഴുതി വയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ ആ സംഭവങ്ങളെ കാണേണ്ടി വരും എന്നുള്ളത് ഒരു വസ്തുതയാണ്. നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ കവിതയിലെ അവലോകനങ്ങളിലേക്കല്ല ഞാൻ പോകുന്നത്. അതുപോലെ ഇതിനകത്ത് ചില മലയാള സാഹിത്യ മണ്ഡലത്തിൽ ഉൾപ്പെടെയും കേരളത്തിൽ പൊതുവെയും കണ്ടുവരുന്ന ഒരു സാഹിത്യശീലം നമുക്ക് ഗ്രാമ്യശ്രീ എന്നുള്ള വാക്കല്ലേ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്ക് പുസ്തകം വെച്ചാൽ എനിക്കത് മറിച്ചു നോക്കി പറയാനൊന്നും പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകത്തിൽ അമ്പരപ്പോടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ശരി പറയുന്നത്. അപ്പോഴാണ് ദൂരെ നിന്ന് വെറുതെ കാണുമെന്ന് ചോദിച്ചിട്ട് കൈക്കോട്ടുമായിട്ട് അച്ഛൻ വരികയും ഈ അച്ഛൻ്റെ വലിയ കൈക്കോട്ട് ആ മുടങ്ങിയുടെ കടയ്ക്കൽ ഇങ്ങനെ ഭീകരമായി വീഴുകയും അത് വളരെ ഒരു ദുരന്തം സംഭവിക്കുന്നത് പോലെ ഈ മകൻ മകൻ നോക്കിയിരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച മുളഞ്ചേരാന്നുള്ള കവിതയിൽ പറയുന്നുണ്ട്. നോക്കൂ, പറിച്ചു കളയേണ്ട ഒന്നിനെ പറിച്ചു കളയുന്നതിനെ ദുരന്തമായി ആവിഷ്കരിക്കാൻ കഴിഞ്ഞു ആകുകയ്ക്ക്. ഞാനത് ഓർക്കാൻ കാര്യം പറഞ്ഞത്, ഞാൻ എനിക്ക് ബാലചന്ദ്രൻ ചുള്ളിക്കാട്ടിനെ ഒരു ആവശ്യം വിളിക്കാൻ വേണ്ടി ബാലചന്ദ്രനെ വിളിച്ചു ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ എനിക്ക് ബാലചന്ദ്രൻ അത്യാവശ്യം പറഞ്ഞാൽ പരിചയമുണ്ട്, പക്ഷെ വിജയലക്ഷ്മി ഒട്ടും പരിചയമില്ല. അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ വിജയലക്ഷ്മി വീടിന്റെ പുറത്ത്, അവരുടെ വീട്ടിൽ പോയിട്ടുള്ളവർക്ക് അവരുടെ വീടിന്റെ പുറത്ത് ഒരു വഴിയുണ്ട്, വീടിന് ഗേറ്റ് തുറക്കുന്ന ഒരു വഴിയിലേക്ക്. വിജയലക്ഷ്മി അതിന് പുറത്ത് വീട്ടിൽ നിൽക്കുന്ന ആ വേഷത്തില് മുമ്പിൽ നിന്നിട്ട് ആ ചെറിയ ഗേറ്റിന്റെ പുറത്ത് ചെറിയ കുറ്റിച്ചെടികളൊക്കെ പറിച്ചു നിൽക്കുമല്ലോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ പറിച്ച് വരണ്ടി മാറ്റി വീടിന്റെ മുൻഭാഗം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ഇന്നയാളാണ്, ഞാൻ പരിചയപ്പെടുത്തിക്കുന്ന രാമേന്ദ്രൻ അറിയാം.
രാമചന്ദ്രൻ ഇടശ്ശേരി കൂട്ടത്തിന്റെ പരിപാടി നടന്നു. ഞാൻ ഇടശ്ശേരി നല്ല കവിതയല്ലേ, എന്താണ് ഞാനിതൊക്കെ പറിച്ചുകളയും ആലോചിക്കും, എന്താണ് കവിതയുടെ പേര് എന്ന് വിജയലക്ഷ്മി എന്നോട് ചോദിക്കാം. ഇതൊക്കെ പറിച്ചു കളയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. ഇത് മനുഷ്യനാണ് അല്ലേ? ആ മനുഷ്യനില്ലാത്തടത്ത് കിളിയുടെ ചിന്തയില്ല, പൂവിന്റെ ചിന്തയില്ല, മണത്തിന്റെ ചിന്തയില്ല, ഒന്നുമില്ല. ഇത് ഹേമ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഇത് വായിച്ചു പോകുന്നു. കാരണം മനുഷ്യൻ തീവണ്ടി കയറി പോയി, ഏതോ കാലത്തിന്റെ തീവണ്ടി കയറി അല്ലെ, ഉണ്ണിക്കുട്ടന്റെ വികൃതി ഏറ്റ ദംശനമേറ്റോ അല്ലെങ്കിൽ തീവണ്ടി കയറിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കിനാവിന്റെ ഞരക്കം കേട്ട് തിരിഞ്ഞു മാറിയപ്പോഴോ ഒക്കെ കയറി വന്ന ഒരു തീവണ്ടി കയറി ഈ ആള് പോയില്ലേ. അങ്ങനത്തെ ഞാൻ പോയാൽ പിന്നെ എവിടെ കിളി, എവിടെ പൂവ്, എവിടെ പ്രകൃതി? ഒന്നുമില്ല. മനുഷ്യനുള്ളിടത്ത് ഇതൊക്കെ ഉള്ളൂ. മനുഷ്യനുള്ളിടത്ത് ഇതൊക്കെ എങ്ങനെയും ഉണ്ടാവുക തന്നെ ചെയ്യും. കുറച്ചൊക്കെ ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നാൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. പക്ഷെ മനുഷ്യനുള്ളിടത്ത് എവിടെയും ഇത് കടന്നു വരും. അതുകൊണ്ടാണ് 83 അതിഭീകരമായി ഇവിടെ മരുഭൂമിയാകാൻ പോകുന്നു എന്നുള്ള ആത്മവാസങ്ങൾ ഉയർന്നിടത്ത് കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ വെള്ളം എന്ന് വിളിച്ച് പറയേണ്ടി വന്നത്. അത് പ്രകൃതിയുടെ ഒരു ശാസ്ത്രീയ 83 ഓർക്കുന്നുണ്ട്. 83 മലയാളത്തിൽ ഇറങ്ങിയ 100ൽ 100% പ്രസിദ്ധീകരണങ്ങളും കേരളം മരുഭൂമിയാകാൻ പോകുന്നത് കവർസൂർ എഴുതിയതാണ്. ഏത് കവിതയിലും അടയാളപ്പെടുത്തിയിട്ടുള്ള വരികൾ ഒറ്റയാവൽ എന്നുള്ള വാക്കാണ്. അതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ അടിച്ചു ചേർത്തതല്ല കേട്ടോ. അറിവില്ലായ്മയാണ് ഏറ്റവും പോലെ അറിയുന്ന കാര്യങ്ങൾ തോന്നിച്ചാൽ അറിയാതെ ഈ ഭാരതീയ തത്വചിന്തയുടെ ആഴത്തട്ടിലേക്ക് ചെന്ന് പെടുന്നുണ്ട് കവിത. എവിടുന്നാണെന്ന് എനിക്കറിയില്ല, എങ്ങനെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞാൽ അവസാനിപ്പിക്കാം. കാരണം ഈ അറിവ് എന്നത് അജ്ഞതയാണ് എന്ന് പറയുന്ന ഏറ്റവും പരമമായ സിദ്ധാന്തമാണ്. അറിയുന്നത് എൻ്റെ അറിവില്ലായ്മയാണ്. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എൻ്റെ അഹങ്കാരമാണെന്ന അർത്ഥത്തിലല്ല. അത് ഞാനുണ്ട് എന്ന് തോന്നിയാൽ പോലും ഞാൻ അജ്ഞനാണ്. ഞാനില്ലല്ലോ. അത് അസാധ്യമാണ്. ആ അറിവിലേക്ക് എത്തുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഒന്നും ആലോചിച്ച് പോയാലും നമുക്ക് എത്താൻ. പക്ഷെ അങ്ങനെയൊക്കെ എത്തിയെന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഞാനില്ല, ഈ ഭൂമിയില്ല, ഈ പാർക്കില്ല, ഈ കേരളമില്ല, ഇന്ത്യയില്ല, ഭൂമിയില്ല, പ്രപഞ്ചമില്ല, നമ്മുടെ യൂണിവേഴ്സ് എന്ന് നമ്മൾ കരുതുന്ന ഒന്നുമില്ല എന്ന് ആലോചിച്ച് ഇരിക്കുന്ന ഒരവസ്ഥയെ കുറിച്ച് ആലോചിച്ചു. അത് ആലോചിച്ചിരിക്കുന്ന ഞാൻ അതിനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ അജ്ഞാനമാണ്. അപ്പൊ അറിവ് എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ അജ്ഞാനിയാണ് എന്ന് പറയുന്ന ഒരു വലിയ തത്വചിന്ത പിൻപറ്റുന്ന ഒരു സമൂഹമാണ്. അത് ശരി തന്നെയാണ്, ആത്യന്തികമായി അങ്ങനെയാണ്. അതുകൊണ്ടാണ് അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ അറിവെന്ന കരിങ്കൽ തുറന്നുള്ള പ്രയോഗം പക്ഷെ പരിഹസിക്കാൻ എഴുതിയതാവാം. അതൊരു കരിങ്കൽ തുണി തന്നെയാണ്. അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കരിങ്കൽ തൂണ് തന്നെയാണ്. അത് എത്ര പരിഹാസത്തോടെയാണ് ആ അവസാന കവിതയിൽ ഹേമ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ആകെയും ശരിയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് ഇങ്ങനെയൊന്നും അല്ല ഈ കവിതയിൽ വിലയിരുത്തേണ്ടതെന്ന് എനിക്കറിയാം. ഈ കവിതയ്ക്ക് ഏറ്റവും വലിയ ഒരു കുഴപ്പം പറ്റിയത് ഒരു എഡിറ്റർ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. എഡിറ്റർ വേണ്ടതാണ്. അത് ഇതിന് മാത്രമല്ല, ഉണ്ണിക്കോ സാറിൻ്റെ പുസ്തകങ്ങൾക്കും ഇവിടെ എഴുതുന്ന കേരളത്തിലെ വളരെ പ്രശസ്തരായ പല അപൂർവ ചില എഴുത്തുകാരുടെ മറ്റാരും എഡിറ്ററെ സമീപിക്കാറില്ല. എഡിറ്റിംഗ് എന്നുള്ളൊരു ശീലമാക്കാറില്ല. എഡിറ്റിംഗ് എന്നത് ഏതോ ഗ്രാമർലിസ്റ്റേക്ക് തിരുത്തുന്ന ഒരാളായിട്ടാണ് പലപ്പോഴും എഡിറ്റിംഗ് കൊടുക്കുമ്പോൾ പോലും ആളുകൾ കാണുന്നത്. എഡിറ്റിംഗ് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് എഡിറ്റിംഗ് വേണം, മറ്റൊന്ന് നല്ല എഡിറ്റർ വേണം. ഇത് രണ്ട് പ്രശ്നമാണ്. ഞാൻ എഴുതിയതുപോലെ അങ്ങനെ തന്നെ യേസ് പറയുന്ന ഒരു എഡിറ്റർ നിങ്ങളെ സഹായിക്കില്ല. സാഹിത്യത്തെ മനസ്സിലാക്കുന്ന ഒരു എഡിറ്ററാണ് നമ്മുടെ. ഇത് വലിയ ഞാൻ ഈ എഴുത്തുകാരൻ മരിക്കുന്നു എന്ന് പറയുന്ന അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ EP ശ്രീകുമാറിന്റെ സംഗീതത്തെ കുറിച്ച് എഴുതിയ ഞാനത് അറിയാതെ പറഞ്ഞുപോയി. ഏറ്റവും പുതിയ നോവൽ അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വായിക്കാൻ തന്നതാണ്. അപ്പോൾ ഞാനത് വായിച്ചിട്ട് ഗംഭീരമായിട്ട് തിരിച്ചു കൊടുത്തതാണ്. ഇദ്ദേഹം അതിനെക്കുറിച്ച് അവകാശപ്പെടുന്നതും എല്ലാം ഇത് മറവിയെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണെന്നാണ്, നോവലെന്നാണ്. ഞാൻ എല്ലായിടത്തും അതിനെക്കുറിച്ച് പറയുന്നത് സംഗീതത്തെക്കുറിച്ചുള്ള പുസ്തകമാണ്. അത് വേറെ പുസ്തകമാണ്. ഇത് രണ്ടും എല്ലായിടത്തും ഞാൻ അതിനകത്ത് സംഗീതമാണ് കാണുന്നത്. പക്ഷെ അദ്ദേഹം മറവിയാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ മറവി രോഗം ബാധിച്ച് കഷ്ടപ്പെട്ട ഒരാളുടെ ജീവിതം പറഞ്ഞതായതുകൊണ്ട് അദ്ദേഹത്തിനത് മറവിയുടെ പശ്ചാത്തലത്തിൽ സംഗീതം അല്ലെങ്കിൽ സംഗീതത്തിന്റെ പശ്ചാത്തലത്തിൽ മറവിയെ കുറിച്ച് എഴുതിയ പുസ്തകമായി മാറി. ഞാൻ അതിൽ നിന്ന് വായിച്ചത് മുഴുവൻ അതിനകത്ത സംഗീതമാണ്. മറവി ഒരുപക്ഷെ ഇപ്പോഴേ വന്നു തുടങ്ങിയ കഴിഞ്ഞുകൊണ്ട് ഞാൻ മറവി രോഗം ഉണ്ടെന്ന് ഞാൻ മറന്നുപോയതായിരിക്കാം എനിക്ക്. എന്തായാലും ഞാൻ അതിനകത്ത് കണ്ടത് സംഗീതമാണ്.
അപ്പോൾ ഒരുപാട് വേദികളിൽ പുസ്തകത്തിൽ സംസാരിക്കാൻ പോകുമ്പോഴും ഫേസ്ബുക്ക് കുറിപ്പുകളിലും എല്ലാം അദ്ദേഹം, ഞാൻ ശ്രീവാനത്തിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം മറവിയുടെ പുസ്തകമാണ്, എനിക്കത് സംഗീതത്തിന്റെ പുസ്തകമാണ്. ഈ വ്യത്യാസം ഈ കവിതയ്ക്ക് വഴിയുണ്ട്. ഇത് കാൽപ്പനികതയുടെയോ പ്രണയത്തിന്റെയോ ഒക്കെ ആവിഷ്കാരമായി ഇതിന്റെ ബ്ലർബ് പുറകിൽ ഞാൻ ഈ അവതാരികകൾ പൊതുവെ വായിക്കാറില്ല കേട്ടോ. അത് ആരെഴുതിയാലും അത് ഒരു ദുശീലമാണ്. പക്ഷെ ആ ദുശീലം എനിക്കുണ്ട്, അങ്ങനെ പല ദുശീലങ്ങളുണ്ട്. കാരണം ഈ എനിക്കും സാഹിത്യത്തിനും ഇടയിൽ ഒരു ഇടവക വേണ്ട എന്ന ഒരു സിദ്ധാന്തത്തിലാണ് ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് അതിൽ തടസ്സമാകുന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇതിലെഴുതിയിരിക്കുന്ന ബാക്കിലെ ബ്ലർബിൽ വായിച്ചിരിക്കുന്ന പലതും വായിച്ചത് ഇത് കാൽപ്പനികതയാണ്, പ്രണയമാണ് എന്നൊക്കെ. പക്ഷെ ഞാനിത് വായിച്ചു നോക്കിയിട്ട് ഇതിൽ കാൽപ്പനികതയുടെ അതിപ്രസരമുള്ള ഒരുപാട് വരികളുണ്ട്. അത് നമ്മളുടെ കാവ്യ ശീലങ്ങൾക്കിടയിൽ നിർബന്ധിക്കപ്പെട്ട പോയ ചില ശീലങ്ങൾക്കകത്ത് നമ്മൾ പുലരേണ്ടി വന്നതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഹേമയ്ക്ക് നല്ല വായനയുള്ളതാണ് ഹേമ, ആഴത്തിലെ വായനയുള്ള. അതുകൊണ്ടാണ് ഇത്തരം ചില സങ്കല്പങ്ങളൊക്കെ അറിയാതെ അതിൽ ഞാൻ സൂചിപ്പിച്ച ഘടകങ്ങളൊക്കെ കടന്നു വരുന്നത് അങ്ങനെയാണ്. ആ വായനയെ അടിസ്ഥാനപ്പെടുത്തി കുറച്ചുകൂടി നമ്മുടെ പുറത്തെ ലോകത്തിന്റെ, അതായത് നമ്മുടെ മുമ്പിൽ വരുന്ന അറിവുകൾ സത്യാനന്തര ലോകമാണെന്ന ധാരണയിൽ ലോകത്തെ നോക്കിക്കാണാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് ഇനിയുള്ള കാലത്തെ കവിതയ്ക്ക് സത്യസന്ധമാകാൻ കഴിയൂ എന്ന ഒരു കാലം ആണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നതുകൊണ്ട് കുറെ കൂടി വ്യക്തതയോടെയും സത്യസന്ധതയോടെയും തെളിമയോടെയും നമുക്ക് ലോകത്തെയും മനുഷ്യരെയും കാണേണ്ടതുണ്ട്. എൻ്റെ ഈ വാക്കുകൾ അബദ്ധമെങ്കിൽ എഴുത്തുകാരി എന്നോട് ക്ഷമിക്കുക. നന്ദി. ഒരാളെ ഒരു പ്രതി ഇവിടേക്ക് കൊണ്ട്, ആ പ്രതി അവിടേക്ക് കൊണ്ട് ചെറുകുന്നം വാസുദേവൻ, പിന്നെ വേറൊരാളുണ്ട് ചന്ദ്രദാസ്, പിന്നെ ഒരു അച്യുതൻ. ഞാൻ ഫേസിൽ ചെല്ലുമ്പോൾ പാവം ഒരു പയ്യൻ അവിടെ വന്നിങ്ങനെ ജോലി നോക്കാൻ വന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവരുടെ ഈ പ്രാന്ത് ഇതിലേക്ക് സംക്രമിപ്പിക്കുകയാണ്. ഈ സംക്രമിപ്പിച്ച് അവിടെ ഒരു ചെറുകഥാ മത്സരം വരുന്നു. ആ ചെറുകഥാ മത്സരം വന്നപ്പോൾ 60 കഥകളിലെ മത്സരിച്ച് ഇവർ പറഞ്ഞിട്ടാണ് എഴുതി, എനിക്ക് പേടിയായിരുന്നു. 60 ചെറുകഥകൾ എഴുതിയതിൽ ഈ പാവപ്പെട്ട പയ്യന്റെ കഥ ഉണ്ടായിരുന്നു. 2 കഥകൾ എടുത്തത് ദീപത്മനാഭനാണ് തിരഞ്ഞെടുത്തത്. 2 കഥകളിൽ എൻ്റെ കഥ ഉണ്ടായിരുന്നു. അവിടുന്ന് തുടങ്ങിയ ജോലിയാണ് ഈ 81 മത്സരത്തിൽ ഞാൻ തുറന്നുകൊണ്ടിരിക്കുന്നത് സാഹിത്യ സഭയിൽ. അപ്പോൾ ഞാൻ എഴുത്ത് ഒരു വലിയ ഒരു ഉപദ്രവമാണെന്നാണ് നമ്മുടെ വീട്ടുകാരും പറയുന്നത്, നാട്ടുകാരും പറയുന്നത്. ഈ നമുക്ക് എഴുതുന്ന സമയത്ത് നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡൊക്കെ പോകുന്നു. വീട്ടിലെ കാര്യങ്ങൾ പലതും തെറ്റും, താളം തെറ്റും, സ്വഭാവം തെറ്റും, നമ്മൾ ആള് മാറും. ഈ കഥാപാത്രങ്ങളുടെ പുറകെ അന്തരീക്ഷത്തിന്റെ പുറകെ ഓടി ഓടി നമ്മൾ വലയും, നമുക്ക് ഭ്രാന്ത് പിടിക്കുന്നവിടെയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് രചനയാണ്. ഇതിനെ സംബന്ധിച്ചോളം എനിക്ക് ഇഷ്ടപ്പെട്ട കവിയുടെ ചങ്ങമ്പുഴയും കുഞ്ഞിരാമൻ നായരും കഥാകാരൻ മാധവക്കുട്ടിയും പിന്നെ ചുള്ളിക്കാടും സ്വന്തം ജീവിതം എഴുത്തിന് വേണ്ടി ബലി കഴിച്ചവരാണ്. ഒരാളും അങ്ങനെ ബലി കഴിച്ചിട്ടില്ല. സ്വന്തം ജീവിതം അവർ ത്യജിച്ചു, എഴുത്തിന് വേണ്ടി ത്യജിച്ചവരാണ്. അങ്ങനെ ഒരു ലെവലിലെത്തിയ ഭ്രാന്തിലെത്താതെ നിങ്ങളുടെ എഴുത്ത് നന്നാവുമെന്ന് വിശ്വസിക്കരുത്. നിങ്ങളുടെ ഇവിടെ നമ്മൾ ഒരിക്കലും ഒരു കവിയരങ്ങളിൽ അത് അഭിപ്രായം പറയാറില്ല. എന്തെന്നറിയാമോ? നിങ്ങൾ ചീത്തയാവാനുള്ള നിങ്ങളുടെ കവിത ചെയ്യുന്ന എല്ലാവരും നന്നായിട്ട് പറയും, ചെയ്ത് പ്രസംഗിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പറയും. കഥയിറങ്ങി നടത്തിയാൽ അതില്ലാതെ നമ്മൾ ഈ ചർച്ചകളിൽ കൂടി നടത്തുന്നു. ഇവിടെ ഞങ്ങൾ പുരസ്കാരം കൊടുക്കാറില്ല ആർക്കും. പുരസ്കാരം ചില ഒഫീഷ്യലായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നവരെ മാത്രം നമ്മളെ പുരസ്കാരം കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള അല്ലാതെ ഒരു പുരസ്കാരം കൊടുക്കാറില്ല. ഈ പുരസ്കാരങ്ങളെല്ലാം ഒരു ഫേക്കായിട്ട് മാറിയിരിക്കുന്നു. എഴുത്തൊരു ഫേക്കായിട്ട് മാറിയിരിക്കുന്നു. ആസ്വാദിക്കുന്ന ഒരു വേദിയല്ലാതെ മാറിയിരിക്കുന്നു. ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ മാറി, നിങ്ങൾ എന്ന് എഴുത്തുകാരനാവുന്നു ആ അവസ്ഥയിൽ അങ്ങനെ ഒരു എഴുത്തുകാരനാക്കണേ എന്നെ എന്ന് ഇപ്പം ഈ 80 വയസ്സിന് ഞാൻ ആയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ നല്ല രചനകൾ വരണേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത്രയും ഞങ്ങളുടെ പുസ്തകങ്ങളെ കേട്ടിരുന്ന നിങ്ങൾക്കെല്ലാം നമസ്കാരം, നന്ദി. ഒരു വലിയ സീറോയിൽ നിന്ന് വീണ്ടും ഞാൻ തുടങ്ങേണ്ടുന്ന ഒരു പ്രതലത്തിലാണ് ഞാൻ നിൽക്കണേ. കാരണം
എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അത് വായനക്കാരൻ്റെ ഭാഗമാവുന്നു, എങ്ങനെ അത് പ്രണയത്തിൽ നിന്ന് വിട്ടിട്ട് വേറെ ചില തലങ്ങളിലേക്ക് അത് കൊണ്ടെത്തിക്കുന്നു, അതല്ലെങ്കിൽ വേറെ ചിന്തകളിലേക്ക് എങ്ങനെ വായനക്കാരൻ കടന്നെത്തുന്നു എന്നൊന്നും ആലോചിച്ചിട്ടല്ല നമ്മളൊരു വരി കുറിക്കുന്നത്. അത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അതെങ്ങനെ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു സാധ്യത എങ്ങനെയാന്ന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാറില്ല. അത് എഴുതി പോകുന്ന ചില ഇതുകളാണ്. പക്ഷേ ഈ അജിത്തേട്ടൻ്റെയും മറ്റേ വെടപ്പള്ളി ബഷീർ, വിമല മാഡം, സുജയ ചേച്ചി ഇവരുടെയൊക്കെ ഇന്നത്തെ ഈ അവലോകനം നമ്മൾ മനസ്സിരുത്തി കേൾക്കുമ്പോൾ ഏതൊരു എഴുത്തുകാരൻ്റെ ഉള്ളിലും വലിയ വലിയ ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മൾ എഴുതുന്നതെല്ലാം കവിതകൾ തന്നെയാണോ, അല്ലെങ്കിൽ ആ കവിതകളിൽ വെറും മാനസിക വ്യാപാരങ്ങളെ അടക്കിപ്പെറുക്കി വെച്ചാൽ മതിയോ, അല്ലെങ്കിൽ ആവേശങ്ങളെയും നിരാസങ്ങളെയും സ്നേഹനിരാസങ്ങളും മാത്രമാണോ? അതൊന്നുമല്ല. അതിലും അപ്പുറത്ത് നമ്മൾ തേടേണ്ടതും കാണേണ്ടതും കൊള്ളേണ്ടതുമുണ്ടെന്ന്. സത്യത്തിൽ എൻ്റെ ഒരു കവിത ഒരു തുമ്പികളുടെ കവിതയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ചിറകില്ല തുമ്പികളുടെ കവിതയാണത്. അത് വാളയാറിന്റെ അന്നത്തെ, അതായത് 2 ചെറിയ ഷിമ്മിയുടെ ഇത് ഇങ്ങനെ ഇട്ടിട്ട്, അത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കവി ആ വർഷങ്ങൾക്ക് മുമ്പ് ആ കവിത എഴുതിയിട്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ ആ സംഭവത്തിന്റെ സത്യാവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആ ദീർഘദർശനത്തിലേക്ക് എത്താതിരുന്നാൽ അത് കവിതയിലേക്ക് എത്തുന്നില്ല. അത് ആ കവിയുടെ മനസ്സ് അതിൻ്റെ അപ്പുറത്തേക്ക് സഞ്ചരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് കാര്യമായ ആഴത്തിലുള്ള വായനയും ആഴത്തിലും പരപ്പിലുമുള്ള നിരീക്ഷണവും വേണം. ആ നിരീക്ഷണവും അതിൻ്റെ ഒരു സ്റ്റഡി ക്ലാസ്സാണ് സത്യത്തിൽ എനിക്കിന്ന് കിട്ടിയത്. അജിത്തേട്ടൻ പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകളും, സുജയ ചേച്ചി പറഞ്ഞു വെച്ചിട്ടുള്ള ഓരോ വാക്കുകളും, പിന്നെ നിലാവൊഴിഞ്ഞിടത്തിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ. നിലാവ് പ്രസക്തമാവുന്നത് എപ്പോഴാണ്? നിലാവുണ്ടെന്ന് നമ്മൾ അറിയുന്നതും അതിൻ്റെ മധുരിമയും അതിൻ്റെ എന്താ പറയുക നമ്മുടെ സ്നേഹത്തിലേക്കോ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൻ്റെ പല ആഴങ്ങളിലേക്കും അതൊക്കെ കടന്നെത്തി അതിൻ്റെ അതിതീവ്രമായ ഭംഗി നമ്മൾ ആസ്വദിക്കുന്നത് ഇരുട്ട് കഴിഞ്ഞ് ആ നിലാവിലേക്ക് പരക്കുമ്പോഴാണ്. ആ നിലാവൊഴിഞ്ഞിടത്തിൽ നിന്നാണ് പല കവികളും സത്യത്തിൽ എഴുതിയിട്ടുണ്ടാവുക. അതൊരിക്കലും ആ കവിതയുമായി ചേർത്ത് വായിക്കേണ്ട, അത് കവിയുടെ മനസ്സുമായിട്ട് ചേർത്ത് വായിച്ചാൽ മതി. അതായത് കവിയുടെ മനസ്സിന് നിലാവൊഴിഞ്ഞ ഇടത്തിൽ നിന്നുകൊണ്ട് പലതും എഴുതുമ്പോൾ അത് ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അത് പ്രണയമായിട്ട് ചിലർക്ക് വായിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സമകാലീന പ്രശ്നമായിട്ട് വേറെ ആൾക്ക് വായിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അത് ഒക്കെ എഴുത്തുകാരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയൊരു ഭാഗമാണത്. അതുകൊണ്ട് തന്നെയാണ് സുജയ ചേച്ചിയോട് പറയാനുള്ളത്, നിലാവൊഴിഞ്ഞിടം ഒരു എഴുത്തുകാരൻ്റെ ഉള്ളിലുള്ള ഇരുട്ട് തന്നെയാണ്. ആ ഇരുട്ടിനെ പുണരുമ്പോഴാണ് സത്യത്തിൽ ആ ഏകാന്തതയിലേക്ക്, ഏതൊരു എഴുത്തുകാരൻ്റെ ഉള്ളിലും ഏകാന്തത വലിഞ്ഞു മുറിഞ്ഞു പിടിക്കാതിരിക്കില്ല. അത് കാരണം എഴുതുന്ന പ്രതലത്തിൽ നിന്നല്ല, ജീവിക്കുന്ന പ്രതലത്തിൽ നിന്നല്ല എഴുതുന്നത്. ഇപ്പോൾ ഒരു എഴുത്തുകാരൻ പ്രണയം എഴുതി വെച്ചു എന്ന് വെച്ചിട്ട് അയാൾ സ്വാഭാവികമായ ജീവിതത്തിൽ പോയിട്ട് ആ രീതിയിൽ നടന്നു പോകുന്നു എന്നുള്ളത് ധരിക്കുന്ന ആൾക്കാരുള്ള ഒരു സമൂഹം കൂടിയാണിത്. ഞാൻ എൻ്റെ പുസ്തക പ്രകാശനത്തിൻ്റെ അന്ന് അങ്ങനത്തെ ഒരു ആളുടെ പരാമർശം കേട്ടതാണ്. സത്യത്തിലല്ല. ഒരു എഴുത്തുകാരനും ഇപ്പൊ എൻ്റെ കവിതയിൽ OV വിജയന്റെ ആ തലത്തിലേക്ക്, ആ കഥയിലേക്ക് ഒരു വായനക്കാരൻ എത്തിപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അതറിഞ്ഞിട്ടല്ല അത് എഴുതിയത്. വേറൊരാൾ ഇപ്പോൾ നിലാവിൻ്റെ കെമിസ്ട്രിയിൽ സാറ് എഴുതുമ്പോഴും സാറിൻ്റെ ഉള്ളിൽ നിന്ന് വേറൊരു സംഭവം അതിലേക്ക് എത്തിപ്പെടുകയാണ്. ഇനി ചുരുക്കത്തിൽ പറയാനുള്ളത്, നമ്മളുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ എല്ലാ ക്രെഡിറ്റും കൊടുക്കേണ്ടത് നമ്മളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് നമ്മുടെ ഉണ്ണിത്താ സാറിനാണ്. സത്യത്തിൽ ഇതിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല. കാരണം എന്നോട് പലതും ചെയ്യൂ എന്ന് പറയുമ്പോഴും എനിക്ക് വേണ്ടി അജിത്തേട്ടനെ വിളിച്ചത്, സുജയ ചേച്ചീനെ ഹേമ വിളിക്കണമെന്ന് പറഞ്ഞത്, ബാക്കിയുള്ള വിമല മേനോനെ സംസാരിച്ചത്, അങ്ങനെയല്ല. മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും ഈ പ്രായത്തിലും സാഹിത്യത്തിൻ്റെ എന്താ പറയുക, എഞ്ചുവടി കണക്കുകളുള്ള കവിതകളാവുള്ളൂ എന്നും എനിക്ക് ആധുനിക കവിതകൾ എനിക്ക് എന്താ പറയുക ഒന്നിനും പറ്റുകയില്ല എന്നും പറയുന്ന പല സാമൂഹ്യ പശ്ചാത്തലവും വായനാശീലവും ഉള്ളിടത്ത് നിന്ന് ഒരു സംഘടനയുടെ തലപ്പത്തിരുന്ന് അത്യാധുനികവും ഒപ്പം തന്നെ അത് എത്ര കൊണ്ട് പുറകിലേക്ക് പോകാൻ
പോവാമെങ്കിൽ ആ കവിതകളെയും ഒരുപോലെ ഇഷ്ടപ്പെട്ട്, ആ സാഹിത്യ രൂപങ്ങളെ ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ട് ഒരു കൂട്ടം ആൾക്കാരെ, അത് 60 വയസ്സ് കഴിഞ്ഞു എന്നതുകൊണ്ട് നമ്മൾ എന്താ പറയാ, നശിച്ചു പോകേണ്ടുന്ന ഒരു കാലഘട്ടമല്ല. ചെറുപ്പക്കാരെ കൊണ്ടുവരാൻ പറ്റാത്ത നമ്മളുടെ ചെറിയൊരു ദൂഷ്യമാണ്, പക്ഷെ വരുന്നില്ല. പക്ഷേ ഈ 60 കഴിഞ്ഞിട്ടും 60ലേക്ക് എത്തുകയും 60ന്റെ അപ്പുറത്തുള്ളവരെ 25ലേക്ക് പിടിച്ചു നിർത്തുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സത്യത്തിൽ തേഴ്സ്ഡേ ക്ലബ്ബ്. കാരണം അതിനെ ഇന്ന് അദ്ദേഹം ഇവിടെ വന്നിട്ടില്ലെങ്കിലും നമ്മളുടെ ലൂയിസ് ജി ചെയ്യുന്ന അതിമനോഹരമായ സ്നേഹം, അതായത് അവനവന്റെ സമയം കളഞ്ഞ് മറ്റുള്ളവരുടെ രചനകൾ വായിക്കുക, അയാളായിട്ട് സംബന്ധിച്ചതിന് ശേഷമാണ് അദ്ദേഹം ആ പ്ലാറ്റ്ഫോമിൽ അത് ഇടുന്നത്. ആര് ചെയ്യുന്നു? നമ്മളുടെ കവിതകളല്ലാതെ വേറൊരു പുസ്തകം വായിക്കുന്ന 10 വിരലിലെടുത്ത 5ൽ താഴെ ഉണ്ടാവുള്ളൂ. കാരണം അവനവന്റെ കവിതയിലും പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കലാണ് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് വരുന്ന ഒരു വലിയൊരവസ്ഥ. അതിനൊരു വളരുന്ന കവികൾക്ക് വേറൊരു പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ എറണാകുളം പബ്ലിക് ലൈബ്രറി. അത് പറയാതെ വയ്യ. കാരണം കവിതയെ കവിതയായി കണ്ട്, കുറ്റത്തിനെ കുറ്റമായി കണ്ട്. കാരണം ഇപ്പൊ ഇവിടെ ഇരുന്ന് എഴുതിയപ്പോൾ എനിക്ക് അജിത്തേട്ടൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഉള്ളിൽ ഇങ്ങനെ കിടുകിടുപ്പുണ്ടായിരുന്നു. എവിടെയൊക്കെയാണോ ഇടികിട്ടുക, എന്തിലൊക്കെയാണോ ഇടികിട്ടുക എന്നുള്ള. കാരണം അതാണ് അജിത് കുമാർ. അത് തന്നെയാണ് ഒരു അവലോകനം ചെയ്യുന്ന വ്യക്തി ചെയ്യേണ്ടത്. കാരണം എന്താ വെച്ചാൽ എഴുതിയത് മുഴുവൻ മനോഹരമാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഈ എൻ.ഡി. മുരളീധരൻ സാറിൻ്റെയും ഈ പുസ്തക അവലോകനത്തിനായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാന്യ വ്യക്തികളോടും എൻ്റെ പ്രിയ സൗഹൃദങ്ങളോടും ഒത്തിരി സ്നേഹം പങ്കുവെച്ചുകൊണ്ട്, നമ്മുടെ ഷീല ലൂയിസ് ആണെങ്കിലും അത് ഗംഭീരമായിട്ട് അത് പുറത്തിറക്കി എല്ലാവരോടും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്, ഇനിയും ഞാൻ എൻ്റെ എഫേർട്ട്, അതായത് ഒരു മാഷ് നല്ല രീതിയിൽ ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ആ കുട്ടി നല്ല ദിശയിലേക്ക് തന്നെ പോകും. നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്ന നമ്മളെ പോലെയല്ല, ഞാൻ മെരിദാ സാറിനെ എന്നല്ലട്ട പറയണേ, എൻ്റെ ആ സൈഡിൽ ഇരിക്കുന്ന കുറേ ആൾക്കാരൊക്കെ എഴുതിൻ്റെ വഴി ഏത് രീതിയിലേക്ക് പോകണം എന്നിങ്ങനെ ചിന്തിച്ച് വളഞ്ഞും തിരിഞ്ഞും സൈക്കിൾ ഓട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ കാഴ്ചപ്പാട് വേണം. ആ കാഴ്ചപ്പാടിന് ആഴത്തിലുള്ള വായന വേണം. ആ വായനയുടെ ഉള്ളിലേക്കുള്ള നിരീക്ഷണം വേണം. ഒരു കവിത എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രണയത്തിന്റെ ഭാവമായിക്കോട്ടെ, സമൂഹത്തിന്റെ ഭാവമായിക്കോട്ടെ, അതിൽ നിന്ന് അപ്പുറത്തേക്ക് എന്തെങ്കിലും നമ്മൾക്ക് കണ്ടെത്താൻ പറ്റുമെങ്കിൽ, വേറൊരാളുടെ വായിച്ച് കണ്ടെത്താൻ പറ്റുമെങ്കിൽ നമ്മൾ വളരാൻ തുടങ്ങിയെന്ന് പറയാം. അത് ആ വളരലിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.